السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم اهدنا وسددنا. الحمد لله. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോടെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണിത്, ഫാമിലി സീരീസ്. പിന്നെ അത് നമ്മുടെ ഇൻഫോ സക്സസ് യൂത്തിന്റെ ഭാഗമായിട്ട് നടത്താൻ പറ്റിയത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്ത് അത്രേ പറയാനുള്ള. ഒരുപാട് രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഇത് വർക്ക്ഔട്ട് ആയത് അൽഹംദുലില്ലാഹ്. അപ്പം ഇന്നത്തെ സെഷൻ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓറിയന്റേഷൻ സെഷൻ പോലെയാണ്. ഓക്കെ, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ മെയിനായിട്ട് ഇൻഫോ സക്സസ് യൂത്തിന്റെ പ്രവർത്തനം, പ്ലസ് നമ്മളുടെ ഈ ഒരു ഫാമിലി സീരീസിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യമായിട്ട് അബൌട്ട് ദ സീരീസ്. ഓക്കെ, ഈ സീരീസ് എന്താണ് എങ്ങനെയാണെന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് നടത്തുന്നത് എന്നുള്ളത്, കാരണം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ലൈഡ് ഇംഗ്ലീഷിലായതാരും കാര്യമാക്കണ്ട, കേട്ടു പോയാൽ മതി. മനസ്സിലാക്കുന്നവരെ എടുക്കുക, അല്ലാത്തവരെ വിട്ടേക്ക് കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ഇന്നലെ ഓഡിയോയിൽ പറഞ്ഞ പോലെ ഉമ്മമാർക്ക്, വലിയമ്മമാർക്ക്, അല്ലെങ്കിൽ ഏത് സഹോദരിമാരും, അതായത് അവർ ഏതെങ്കിലും രീതിയിൽ സ്വന്തം മക്കളെയോ മറ്റുള്ളവരുടെ മക്കളെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്ന, കുടുംബത്തിലോ സമൂഹത്തിലൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന, അത് ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സീരീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തീരെ ചെറിയ, അതായത് കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് എന്താ പറയാ, പെട്ടെന്ന് കുട്ടികളൊന്നും ആയിട്ടില്ല, കഴിച്ച ഉടനെയാണ്, അങ്ങനെയുള്ള മക്കൾക്കൊക്കെ എൻ്റെ സജഷൻ നമ്മുടെ ഇൻഫോ സക്സസ് യൂത്തിന്റെ ഒറിജിനൽ പ്രോഗ്രാം, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങുമ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാം. ഇത് കുട്ടികളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹവാസവും ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇൻഷാ അല്ലാഹ്. പക്ഷേ നിങ്ങൾ ചിലപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദീനിനെ സീരിയസ് ആയിട്ട് എടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ മാഷാ അല്ലാഹ് ഖൈർ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. പിന്നെ പുരുഷന്മാർ ലൈവില് അലൗഡ് അല്ല. ഓക്കെ, ഈ ലൈവില് പുരുഷന്മാർ വേണ്ട. മെയിനായിട്ട് നമുക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും റിഫ്ലക്ഷനും ഒക്കെ വെച്ചതുകൊണ്ട് എല്ലാ സഹോദരിമാർക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള Q&A, ക്വസ്റ്റ്യൻ ആൻസർ റിഫ്ലക്ഷൻ സെഷനെ കുറിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യൂല. അതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യൂല എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ലൈവിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ ഒരു സെഷൻ, അതായത് ഞാൻ ഈ സംസാരിക്കുന്ന, എല്ലാവരും മ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ ഉണ്ടാവും, എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും, നിങ്ങളുടെ പുരുഷന്മാർക്കും കേൾക്കാം. പ്ലസ് നിങ്ങളുടെ അടുത്തുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലും കൂടെ നിങ്ങൾ ആണുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നവരൊക്കെ, എല്ലാവർക്കും ഒന്നും സാധിക്കില്ലായിരിക്കും, പറ്റുന്നവർ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക എല്ലാവരും. കാരണം ഇത് നമ്മളെ വീടിനെ കുറിച്ചാണ്, നമ്മുടെ കുടുംബത്തെ കുറിച്ചാണ്, നമ്മളെ മക്കളെ കുറിച്ചാണ്. ചിലപ്പോൾ സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ ചില കാര്യങ്ങൾ നടന്നെന്ന് വരില്ല. പുരുഷന്മാരുടെ സപ്പോർട്ടും കൂടെ, അല്ലെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്കിലും മിനിമം വേണം. അപ്പം ഇതൊരു ഡിസ്കഷൻ ആക്കുക നിങ്ങൾ വീടുകളിൽ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു പുരുഷന്മാരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ ആ ഒരു ചേഞ്ച് മെല്ലെ 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 കൊണ്ടുവന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോഴേ നമ്മളുടെ വീടുകളെയും നമ്മുടെ കുട്ടികളെയും അത് ഹെൽപ്പ് ആക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സമയം, നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു മാക്സിമം ഒരു 11:30 വരെ നമുക്ക് ഡിസ്കഷൻസ് മാക്സിമം നമുക്ക് ചെയ്യാം. അപ്പം കഴിയുന്നതിന്റെ പരമാവധി നിങ്ങളുടെ ഡിസ്കഷൻസും ഒക്കെ ആ ഒരു സമയത്തേക്ക് കൊണ്ടുവരിക. പേഴ്സണൽ മെസ്സേജസ് കഴിവിന്റെ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ, പരിമിതി കൊണ്ടാണ് അത് പറയുന്നത്, വേറൊരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പം പേഴ്സണൽ മെസ്സേജസ് ഒഴിവാക്കി നിങ്ങൾക്ക് കഴിയുന്നത്രയും നിങ്ങൾ ആ ഒരു ഡിസ്കഷൻ സമയത്ത് കൊണ്ടുവരിക. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങളുടെ ആ ചിന്തകളും നിങ്ങളുടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും. പക്ഷെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ റെക്കോർഡിങ്, ക്ലാസിന്റെ ഫ്ലയർ, ജോയിനിങ് ലിങ്ക്, ആക്ടിവിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അഡ്മിൻ കോൺടാക്ട്സ് ഷെയർ ചെയ്യാം. അവരെ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, 2-3 അഡ്മിൻ കോൺടാക്ട്സ് ഞാൻ ഷെയർ ചെയ്യും, അവരെ കോൺടാക്ട് ചെയ്യാം.
കഴിവിന്റെ പരമാവധി പേഴ്സണൽ മെസ്സേജസ് എനിക്ക് ഈ ഒരു കാര്യവുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾ ഒഴിവാക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഡിസ്കഷനിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ഭയങ്കര പേഴ്സണൽ ആണ് അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഫോം തരും. നിങ്ങളുടെ പേര് പറയാതെ നിങ്ങളെ കൺസേൺ ആ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അത് പിക്ക് ചെയ്തിട്ട് നമുക്ക് മന്ത്ലി ഒരു എക്സ്ട്രാ സെഷൻ എങ്ങാനും വെച്ചിട്ട്, അത് പ്ലാൻ ചെയ്തിട്ടില്ല, ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്യാം. പേര് പറയാതെ തന്നെ അതിന്റെ സൊല്യൂഷൻ അതും അപ്പോഴും എല്ലാവർക്കും കിട്ടും. നമ്മൾ ആളുടെ പേര് നിങ്ങളും പറഞ്ഞിട്ടില്ല, ഞാനും പറയുന്നില്ല. അപ്പം ആ പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ ഡിസ്കഷൻ, ചിലപ്പം പരിഹാരം എന്ന് പറയുന്ന ഒരു പരിഹാരം എൻ്റെ അടുത്ത് ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും പറയുന്ന സജഷൻസ് ആയിരിക്കും അത് ഹെൽപ്പ് ആവുക. അപ്പം ആ രീതിയിൽ നമുക്കൊരു എക്സ്ട്രാ സെഷൻ എങ്ങാനും വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അത്രയും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേഴ്സണൽ മെസ്സേജസ് ഒഴിവാക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ വേറെ പല പണികളും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് സ്പെഷ്യൽ സമയം കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കിട്ടുന്ന ബെനിഫിറ്റ് അത്. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പൊതുവെ എല്ലാ ടീച്ചേഴ്സിന്റെ കാര്യവും നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹയറായിരിക്കും. അപ്പോൾ നമുക്ക് Q&A റിഫ്ലക്ഷൻ സമയത്ത് പറയാം. അതല്ലെങ്കിൽ എക്സ്ട്രാ ഫോം തരും, ആ ഫോമിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സെഷനിൽ പറയാം. ഓക്കെ, ഇനി അതിനേക്കാളും അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഫോ സക്സസ് യൂത്ത് അല്ലെങ്കിൽ I4C സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കോച്ചിങ് സെഷൻ ഉണ്ടാവും. അവിടെ നമുക്കൊരു പാരന്റൽ കോർണർ പാരന്റ്സിന് വേണ്ടിയിട്ട് ഉണ്ടാവും. അത് കൗൺസിലിംഗ് ഒന്നും അല്ല, നിങ്ങൾ കൗൺസിലിങ്ങോ തെറാപ്പിയോ കൗൺസിലറോ ഒന്നും ആണെന്ന് വിചാരിക്കേണ്ട. പക്ഷെ ഒരു കോച്ചിങ് സെഷൻ, അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനും അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താനും ഒക്കെയുള്ള ഹെൽപ്പ് അവിടെയും ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. ഈ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ പല കാര്യങ്ങളും ചെയ്തതിന് എക്സ്പീരിയൻസ് കൊണ്ട് പറയണം. അപ്പം ഇങ്ങനെ കൊണ്ടുപോയാൽ കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും എളുപ്പമാവും. നിങ്ങൾക്കും എളുപ്പമാവും, എനിക്കും എളുപ്പമാവും, മറ്റേ അഡ്മിന്മാർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അത് എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഈ സീരീസിന്റെ ഡ്യൂറേഷൻ എത്ര കാലത്തേക്കാണ്, ഇതിന്റെ ഫീസ്, ടെസ്റ്റുകൾ ഒക്കെ പലരും പലതവണ ചോദിച്ചിട്ടുണ്ട്. ഡ്യൂറേഷൻ സത്യം പറയാലോ എനിക്കൊരു ഐഡിയ ഇല്ല ഇത് എത്ര കാലം പോകുന്നു. ഇതൊരു യാത്രയാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇതൊരു യാത്രയാണ്. ഞാനും നിങ്ങളും ഒന്നിച്ച് നമ്മളുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ടിപ്പുകളും എടുത്ത് സംസാരിച്ച് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ചിലപ്പോൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ അത് വീണ്ടും അതിന് പരിഹാരം കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് ദ്വാ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒന്നിച്ചുള്ള ഒരു യാത്ര, അത്രേ എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ അതൊരു കൊല്ലം കൊണ്ട് തീർന്നേക്കാം, ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് ആവശ്യം ഉണ്ടായേക്കാം. കാരണം നമ്മളെ സിറ്റുവേഷൻസും കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ നമ്മൾ ദ്വാ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പരിഹാരങ്ങൾ ചോദിച്ചിട്ട് ഖുർആനും സുന്നത്തും ഒക്കെ റെഫർ ചെയ്ത് പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പല ബുക്കുകളും വായിച്ച് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് ഞാനും കൂടെ ചെയ്യാൻ ബാധ്യസ്ഥയാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോളുടെ അടുത്ത് എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാനും ചെയ്യാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ ഞാനും അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ചിലത് ഓക്കെ ഇത് വർക്ക് ആവില്ല, അല്ലെങ്കിൽ ഇത് വർക്ക് ആയില്ലെങ്കിൽ ഇങ്ങനെ വേറൊരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് എൻ്റെ മനസ്സിൽ വരും. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ Q&A റിഫ്ലക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള പോക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഇത്ര കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് തീരുന്ന ഒരു കോഴ്സ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ അല്ല ഇത് തുടങ്ങുന്നത്. ഇതൊരു സീരീസ് ആണ്, ഇതൊരു ഡിസ്കഷൻ ആണ്. നമ്മുടെ കുടുംബങ്ങൾ, ഇപ്പൊ നമ്മളെല്ലാവരും ഒരേ നാട്ടിലാണ് താമസിക്കുന്നതെന്ന് വെക്കുക. നമ്മളിപ്പോ കുടുംബത്തിലൊക്കെ ഒരു ഫംഗ്ഷന് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് സംസാരിക്കൂലേ, എൻ്റെ മോൾ അങ്ങനെ, അവരുടെ മോൻ ഇങ്ങനെ, ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട്. അതേപോലെ നമുക്കിപ്പോ പലരും പല നാടുകളിലായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനകത്ത് ഞാൻ ഒരിത്തിരി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി നിന്ന് ഞാൻ കുറച്ച് പഠിച്ച് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പഠിച്ച് പറഞ്ഞു തരുന്ന കാര്യം ഞാനും പ്രാക്ടീസ് ചെയ്യണം, നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ ഒരു കൂട്ടായ്മ അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇതൊരു ഭയങ്കര വലിയ കോഴ്സാണ്. ഞാൻ എല്ലാം തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയാറ്. അതേപോലെ തന്നെയാണ് ഇത്. മുമ്പേ നമ്മുടെ കോഴ്സുകളിലൊക്കെ ഉള്ളവർക്ക് അറിയാം. അത് പുതിയ ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം പറയണം. പിന്നെ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ റെഗുലർ ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ചില ആക്ടിവിറ്റീസ് ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. കാരണം ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ബേജാറാവേണ്ട. കുട്ടികൾ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുന്ന പോലെ അസൈൻമെന്റ് കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഓരോ സിറ്റുവേഷനിൽ അതായത് മെയിൻ ആയിട്ട് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ചിന്തിച്ചാലേ നമ്മളെ പ്രവൃത്തികളിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുള്ളൂ. നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആണ് പലപ്പോഴും നമ്മൾ
ചെയ്യുന്നതൊക്കെ പാളി പോകുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, വെറുതെ ചിന്തിക്കുന്ന പറഞ്ഞാൽ ആരും ചിന്തിക്കൂല. അത് ചെറിയ പണി തന്നാലേ, ബുദ്ധിക്കൊരു പണി തന്നാലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ഇവിടെയുള്ള പലർക്കും അറിയാം. നമ്മുടെ തഫ്സീർ ക്ലാസ്സുകളാണെങ്കിലും അറബിക് ഗ്രാമർ ക്ലാസ്സുകളിലാണെങ്കിലും ഒക്കെ ഉള്ളവർക്ക് അറിയാം. പണി കൊടുക്കുമ്പോൾ നമ്മൾ ബുദ്ധി തന്നാലെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തരും ഇൻഷാ അല്ലാ. റിഫ്ലക്ഷൻസിൽ പിന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ റിഫ്ലക്ഷൻ ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടാകും. ചിലപ്പോൾ ഫോമുകൾ തരും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ആയിട്ടുള്ള ഒരു ചില ക്വിസുകളൊക്കെ തരുമായിരിക്കും ഇൻഷാ അല്ലാ. ഞാൻ അങ്ങനെ ഹെവി ആയിട്ട് പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു യാത്രയാണ്. എപ്പോഴാണോ എന്താണോ ആവശ്യം വരുന്നത് അപ്പൊ അതൊക്കെ എടുത്ത് പ്രയോഗിക്കും. ഓക്കെ, അപ്പം ആ ഒരു ആക്ടിവിറ്റീസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഓ ഇന്ന ആള് ചെയ്തോ, ടിക്ക്, അറ്റൻഡൻസ്, മാർക്ക്, അതൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാവരും അവനവന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഓരോ ആക്ടിവിറ്റിയും നമ്മുടെ ചിന്ത ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോജനം നിങ്ങൾ എടുക്കുക. അത് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. നമുക്ക് നൂറുസുദ്രിയിൽ റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ട്യൂസ്ഡേ ഒരു ദിവസമുണ്ട്. പലരും ആ കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തുകൾ ചിന്തിച്ച് റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ഷെയർ ചെയ്യുന്നവര്. ഞാൻ അവരുടെ ആ ഒരു പ്രോഗ്രസ് സ്റ്റഡി ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ അവർ ചെയ്യുന്ന റിഫ്ലക്ഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വേറെ ലെവലാന്ന് എനിക്ക് തോന്നാറുണ്ട്. അൽഹംദുലില്ലാ. അപ്പം അത് അവർ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് അവർക്ക് ബെറ്റർമെന്റ് ഉണ്ട്. എന്തായാലും അവർക്ക് മാറ്റം ഉണ്ടെന്ന് തന്നെ പറയണം. നല്ല മാറ്റമുണ്ട് അൽഹംദുലില്ലാ. എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മാറ്റം തുടങ്ങിയ അവസ്ഥയിൽ നിന്ന് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ അതിന് മാറ്റം വരുള്ളൂ. ആരെങ്കിലും ചെയ്തോട്ടെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റൂല. ഇപ്പൊ ആണ് അതിന്റെ സമയം. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അത് ചെയ്യേണ്ട സമയം, നാളെയല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. ഒരു പക്ഷെ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ പല കോഴ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, പരീക്ഷ എഴുതുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും അതിന്റെ റിസൾട്ട് എന്താണെന്നും അത് പാളിപ്പോയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ പറയാൻ ഒരു പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമായിരിക്കും. മാഷാ അല്ലാഹ്, അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് ഒന്നിച്ച് ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോവാം. നമുക്ക് ഒന്നിച്ചൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോവാം. അഗെയിൻ ഒരു ടീച്ചർ, കോഴ്സ്, സ്റ്റുഡൻസ് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നമ്മളെല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ, ഓക്കെ, ഒരു ഹോപ്പ്, വേർഡ് ഓഫ് ഹോപ്പ്. അതെന്താന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഡാർക്ക് സൈഡ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ അടുത്ത തലമുറയുടെ, നമ്മളുടെ മക്കളുടെ സുബ്ഹാനല്ലാഹ് കുറേ പ്രശ്നങ്ങളാണ് നമ്മളുടെയൊക്കെ മുമ്പിൽ അല്ലെ. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിക്ക സെഷൻസ് വെച്ച് കഴിഞ്ഞാലും പാരന്റ്സിനെ അവെയർ ആക്കാൻ വേണ്ടി മിക്ക സെഷൻ വെച്ച് കഴിഞ്ഞാലും 1, 2, 3 മണിക്കൂറുകൾ സംസാരിച്ചാലും അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീരാറില്ല അല്ലെ. അവർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അനുസരിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, എന്താണ് ഫോണിൽ കളിക്കുന്ന, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 2, 3 മണിക്കൂർ തന്നു കഴിഞ്ഞാലും അത് തീരൂല അല്ലെ. പക്ഷെ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റഡേ ഇല്ല. നമ്മൾ അതിനെക്കുറിച്ച് ഇനി ഡിസ്കസും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് ബ്രൈറ്റർ സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഡാർക്കർ സൈഡ് നമ്മൾ അങ്ങ് മറന്നു കളയുക. ഓക്കെ, ഇരുട്ടിനെ കളഞ്ഞ് വെളിച്ചത്തിലേക്ക് നോക്കുകയാണ് നമ്മൾ. അതായത് സൊല്യൂഷൻ സൈഡ്. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഭൂമിയിൽ ഇറക്കിയിട്ടില്ല. ഓക്കെ, കീ ഇല്ലാത്ത ഒരു ലോക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ആരാണ്? സുന്നത്തിന്റെ ആൾക്കാരാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഡാർക്ക് സൈഡ് നോക്കി ഇങ്ങനെ അള്ളോ ഇത് എന്താക്കുമെന്ന് ആലോചിച്ചിരിക്കാതെ ബ്രൈറ്റ് സൈഡ് നോക്കിയിട്ട് ഇതിന്റെ പരിഹാരം എന്താണെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫഅൽ പറയുന്ന കാര്യം ഒരുപാട് ഇഷ്ടം. ഫഅൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശകുനങ്ങൾ. ഓക്കെ, നല്ല ശകുനങ്ങൾ. അത് നമ്മൾ അഖീദയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറയാം. അതായത് ഒരു രോഗിയെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തെ സാലിം എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അതായത് ആരോഗ്യവാൻ. അല്ലെങ്കിൽ ഒരാൾ അയാളുടെ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ട് അതോ അത് എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളെ വാജിദ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അതായത് കണ്ടുപിടിച്ചവൻ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്ര പോലും ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് സൈഡ് കാണാതെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് പോസിറ്റീവ് നടക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. ആ സുന്നത്ത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമുക്ക് ബ്രൈറ്റർ സൈഡ് മതി. ഇനി ഡാർക്കർ സൈഡ് അതായത് ഡാർക്കർ സൈഡ് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം അറിഞ്ഞാലേ നമുക്ക് പരിഹാരം പറയാൻ പറ്റുള്ളൂ. പക്ഷെ പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കൂല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ജീവിതത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ബ്രൈറ്റർ സൈഡ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ മാഷാ അല്ലാഹ് പണ്ടത്തെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്ര കുട്ടികളാണ് ഖുർആനിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ? എത്ര ഹാഫിളുകളാണ് നമ്മളുടെ ചുറ്റും, എത്ര കുട്ടികളാണ് ഇസ്ലാമിക് ആയിട്ടുള്ള പഠനങ്ങൾ അവരുടെ സ്റ്റഡി ട്രാക്കാക്കി തെരഞ്ഞെടുത്തിട്ടുള്ളത്, എത്ര ചെറിയ ചെറിയ മക്കളാണ് ദഅവ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളെ കാലത്ത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്രത്തോളം ഐഹിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നോട്ട് നിന്നു അല്ലെ? നമ്മളൊന്നും നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ കുറച്ച് ആളുകൾ ഐഹിക വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുള്ളൂ. എല്ലാവരും ഒരു ഓക്കെ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോയി കല്യാണം കഴിച്ചവരാണ്. എത്രത്തോളം നമ്മൾ ഐഹിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നോട്ട് നിന്നോ അത്രത്തോളം തന്നെ നമ്മൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ നിന്നും പിന്നോട്ട് തന്നെയാണ്. ഒരു ബേസിക് മദ്രസ, അതിനപ്പുറത്തേക്കൊന്നും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പം ഇപ്പോൾ മാഷാ അല്ലാഹ് ഒരുപാട് മക്കൾ തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. മക്കള് പാരന്റ്സ് പറഞ്ഞിട്ട് ചെയ്യുന്നവരും അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെ നമുക്ക് പ്രതീക്ഷ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, അത് ഈ ഇന്നത്തെ യുവ തലമുറക്ക് ഇസ്ലാമിനെ കുറിച്ച് നമ്മളെക്കാളും, നമ്മളുടെ കുട്ടിക്കാലത്തിനേക്കാളും ബെറ്റർ നോളജ് ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം പോലും നമുക്ക് പ്രതീക്ഷ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രതീക്ഷ തരേണ്ടത് അല്ലെ? അപ്പം എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോട് കൂടി അല്ലെ, നമുക്ക് നമ്മളുടെ ഇസ്ലാമിന്, നമ്മളുടെ യുവ തലമുറയ്ക്ക്, മുസ്ലിം യൂത്തിന് ഒരു നല്ല ഫ്യൂച്ചർ തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം. അതിനു വേണ്ടി തന്നെ നമ്മളെല്ലാവരും ദുആ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ വളരെ യഖീനോട് കൂടി തന്നെ നമുക്ക് ദുആ ചെയ്യാം, അത് നടക്കും തന്നെ വിചാരിച്ചിട്ട്. ഓക്കെ, ഇനി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട സമയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയാം, തായിഫാണ് അല്ലെ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയമായിരുന്നു തായിഫിലുള്ള ജീവിതം. അതായത് അപമാനവും അല്ലെ, റിജക്ഷനും, ആളുകൾ തള്ളിക്കളയലും, മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനവും എല്ലാം കൂടെ, എന്നെ ഒന്നിനും പറ്റൂല, എന്നെ ഒന്നിനും കൊള്ളൂല, വേർത്ത്ലെസ് ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു സമയമാണ് സുബ്ഹാനല്ലാഹ് തായിഫിലെ ദിവസം അല്ലെ? എത്രത്തോളം ലോ ആയിട്ടായിരിക്കും, എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നിയിട്ടുണ്ടാവുക. കാരണം ആ തായിഫിലെ ദുആ ഭയങ്കര ഫേമസ് ആണ്. അതിനകത്ത് ജസ്റ്റ് ഫസ്റ്റ് ഇത് മാത്രം ഞാൻ പറയാം. അല്ലാഹുമ്മ ഇലൈക അഷ്കു ضعف ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലൻ നാസി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാൻ പരാതിപ്പെടുന്നു അർഹമർ റഹീമീനായ റബ്ബേ. എന്തിനെ കുറിച്ചാണ് പരാതിപ്പെടുന്നത്? എന്റെ ബലഹീനത അല്ലെ, എന്റെ വീക്ക്നെസ്, എന്റെ പിന്തുണയുടെ അഭാവം, എനിക്ക് ആളുകൾ സപ്പോർട്ട് ചെയ്യാനില്ല, എനിക്ക് ലഭിക്കേണ്ടി വന്ന അപമാനം അല്ലെ, അത്രക്ക് ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ നിന്നോട് മാത്രം പരാതിപ്പെടുന്നു. അപ്പം ഏറ്റവും ലോവസ്റ്റ് ഫീലിംഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ലോ ആയിട്ട് ഫീൽ ചെയ്ത സമയമാണ് എന്ത്? ത്വായിഫ് അല്ലെ? മാത്രമല്ല തായിഫില് ഈ കുട്ടികൾ കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ലീഡേഴ്സിനെ, വലിയ ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട് തായിഫിൽ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ആളുകളായിരുന്നു. സമൂഹത്തിലെ പ്രമുഖരെ കണ്ടപ്പോഴും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് പോലും നോക്കൂലായിരുന്നു, പുച്ഛിച്ചിട്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ആ റൂമിൽ ഉണ്ടെന്ന് കൺസിഡർ പോലും ചെയ്യാതെ, നീ ആരാ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ എന്നൊരു ഭാവത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയത്. അതിനുശേഷമാണ് ഈ കല്ലെറിയലും അല്ലെ, രക്തം ചൊരിയലും, കാലിന്റെ നിര്യാണിൽ നിന്നും പല്ല് പൊട്ടി രക്തം ചൊല്ലലും, അങ്ങനെ സുബ്ഹാനല്ലാഹ് അങ്ങേയറ്റം പ്രയാസം, കുട്ടികൾ കല്ലെറിഞ്ഞ് ഓടിച്ച ആ ഒരു സാഹചര്യത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീക്ഷ എന്തിലായിരുന്നു എന്നറിയോ? ആ ത്വായിഫിലെ അടുത്ത ജനറേഷനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. അത് കല്ലെറിഞ്ഞ ചില മക്കൾ അല്ലെ, അവിടെയുള്ള മക്കളാ കല്ലെറിഞ്ഞത്, അവരെ കുറിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീക്ഷ. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ അല്ലെ, മലക്കുകളെ കൊണ്ടുവരട്ടെ, എന്നിട്ട് രണ്ട് മലകളുടെ ഇടയിൽ ഈ ഒരു സ്ഥലത്ത്, ഈ ത്വായിഫിനെ നമുക്ക് അങ്ങ് ക്രഷ് ചെയ്ത് കളയാം. ക്രഷ് ചെയ്ത് കളയുമ്പോൾ എല്ലാവരും തീരുമല്ലോ അല്ലെ, പ്രായമുള്ളവരും കുട്ടികളും തീരും. അതിനകത്ത് കുട്ടികളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അത്രയും ലോ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീൽ ചെയ്ത സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? അവരിലെ ചില മക്കള് ചിലപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി വളരുമായിരിക്കും, അവര് ചിലപ്പം ഡിഫറെന്റ് ആയിരിക്കും, അവര് ചിലപ്പം അള്ളാഹു മാത്രമേ ആരാധനയുള്ളൂ അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളായിട്ട് മാറുമായിരിക്കും അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എറിയപ്പെട്ട വേദനയാക്കിയ കല്ലുകളോ അവരുടെ പുച്ഛമോ പരിഹാസമോ ഒന്നും അല്ല കണ്ടത്, ഈ കുട്ടികളുടെ നിഷ്കളങ്കതയാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല
എനിക്ക് കിട്ടിയ അപമാനത്തിനേക്കാൾ എത്രയോ 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 വലുതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം. അതിന്റെ പവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ എത്ര മോശപ്പെട്ടവനാണ്, എനിക്ക് എത്ര വേർത്ത് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാലും, ഞാൻ എത്ര വീക്കാന്ന് മനസ്സിലാക്കിയാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? അതിഭയങ്കരമാണ്. അതിന് നാളെ തിരിച്ചു വരാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്നു. അപ്പം ഇതെല്ലാം ഓവർകം ചെയ്യാൻ, ഞാൻ ഈ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഈ സിറ്റുവേഷനും, ഇവിടുത്തെ ആളുകളുടെ പവറും, ഈ കുട്ടികൾ ചെയ്ത ഈ എന്നോട് ചെയ്ത ഉപദ്രവവും ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു സന്ദേശത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ പവർ മാത്രം മതി എന്ന് മനസ്സിലാക്കി കുട്ടികളുടെ പ്രതീക്ഷ അർപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഇന്ന് നമ്മൾ ത്വായിഫിൽ പോവുകയാണെങ്കിൽ അവർ മുസ്ലിങ്ങളാണ്, അവരുടെ മക്കൾ മുസ്ലിങ്ങളാണ്. ഏകദേശം 14 ജനറേഷൻ മുസ്ലിംസ് അതിനുശേഷം വന്നു. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മേലിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരുന്നത് കൊണ്ട്, പ്രതീക്ഷിച്ചത് കൊണ്ട്, അത് ഏതവസ്ഥയിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ പ്രതീക്ഷ കൊടുത്തത് കൊണ്ട്. അല്ലെ, സുബ്ഹാനല്ലാഹ്. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ഇന്നും ഉള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അതേ പവർ ഇപ്പോഴും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഈ പറഞ്ഞ നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിനെയും ഓവർകം ചെയ്യാൻ പറ്റും. അള്ളാഹ്ക്ക് അതിനെ ശക്തമായിട്ട് നമ്മുടെ പുതിയ തലമുറയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു സംശയവും ഇല്ല. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മക്കാണെങ്കിലോ ആ ഒരു ചാൻസ് അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നതിലെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്നെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ് സ്ട്രോങ് ആണ്. അള്ളാഹിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ട്രോങ് ആണ്. അള്ളാഹ്ക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ ത്വായിഫിൽ അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചു കൊണ്ടുവന്നു, അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും അള്ളാഹ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് നമ്മളിലൂടെ ആണെങ്കിലോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്നെ നമ്മുടെ അടുത്ത ജനറേഷനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. നമ്മുടെ അടുത്ത ജനറേഷന്റെ ദീൻ നിലനിർത്താൻ നമ്മൾക്കൊരു കാരണമാകാൻ സാധിച്ചാലോ? അല്ലെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പം നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാതെ, അല്ലെ, വളരെ സ്ട്രോങ് ആയിട്ട് ബേസിൽ നിന്ന് നമ്മളുടെ കുട്ടികളുടെ മേലെ വർക്ക് ചെയ്ത് തുടങ്ങാം. ഒരു വലിയ ജനറേഷന് വേണ്ടിയിട്ട്, അല്ലെ, അവരിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്നെ ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നല്ല പ്രയാസമാണ്. നല്ല പ്രയാസം എന്ന് വെച്ചാൽ പ്രയാസമല്ല, നല്ല എഫേർട്ട് ഇടണം. നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. അള്ളാഹിന്റെ എളുപ്പം വരും. സ്ഥിരമാക്കണം. കൺസിസ്റ്റൻസി വേണം. ക്ഷമ വേണം. ഓക്കെ. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളിൽ പലരും ദാവ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. എന്നാൽ പുറത്തു പോയിട്ട് ദാവ ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ പല ലിമിറ്റേഷൻസ്, ഒരുപക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ കുടുംബപരമായ ലിമിറ്റേഷൻസ് ഒക്കെ കാരണം ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് നമുക്ക് ദാവ ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ അവസരമാണ് നമ്മളുടെ മക്കളിലൂടെ. മക്കളിൽ ഒരാൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അവര് നാളെ ഒരു സമൂഹത്തിന് അവർക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ പ്രയാസപ്പെടേണ്ട എല്ലാ പ്രയാസത്തിനും വേർത്താണ്. അത്രയ്ക്ക് പവറുള്ള ഒരു സാധനം. അല്ലെ, നമ്മൾ ദുനിയാവില് സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെ, ഒരു വലിയ വീട് വാങ്ങണമെങ്കിൽ, ഒരു വലിയ കാറ് വാങ്ങണം, അങ്ങനത്തെ അംബിഷൻ നമുക്ക് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെ അതിനെ അധ്വാനിക്കൂലേ? അത് വേർത്തായത് കൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗുണമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോളം പവറുള്ള വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഈ പറഞ്ഞ വീടോ ജോലിയോ കാറോ എന്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒക്കുവോ? സുബ്ഹാനല്ലാഹ്. അപ്പം അതിനു വേണ്ടി നമ്മൾ നമുക്ക് അധ്വാനിച്ചൂടെ? അല്ലെ, നമുക്ക് നാളത്തെ ജനറേഷന്റെ മേലെ നമുക്ക് അധ്വാനിച്ച് ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചൂടെ? നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് പ്രതീക്ഷയില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റും. എല്ലാവരും ദുആ ചെയ്യും. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഒന്നും മാത്രം ചെയ്താൽ പോരെ, നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ തന്നെ ഇത് നടക്കുള്ളൂ. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഞാൻ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. ഒന്നിക്കണം. അതിനൊരു നല്ല സ്ട്രോങ് ലീഡർഷിപ്പ് വേണം, മോട്ടിവേഷൻ വേണം, മോട്ടിവേറ്റ് ചെയ്യുന്ന ലീഡേഴ്സിന് സപ്പോർട്ട് വേണം. എന്നാലേ നടക്കുള്ളൂ. ഒറ്റയ്ക്കൊന്നും ഒരാൾക്കും ഇതൊന്നും നടക്കൂല. ഓക്കെ. അപ്പൊ നമ്മൾ എത്രത്തോളം ആളുകൾ ഒന്നിച്ച് നിൽക്കാവോ അത്രത്തോളം ആൾക്കാർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വേർത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒരുപാട് കനം കൂടിയ കാര്യമാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അത് വലിയൊരു നല്ല തുടക്കമാവട്ടെ. ആമീൻ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ, അതായത് ഇൽഫോ സക്സസ് യൂത്തിന്റെ വർക്കിന്റെയും പ്ലസ് നമ്മുടെ ഈ ഫാമിലി സീരീസും മൊത്തത്തിൽ അതിന്റെ ഒരു അപ്രോച്ച് എന്താണെന്ന്
ഡിസ്കസ് ചെയ്യും എങ്ങനെയായിരിക്കും അത് പോണത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ച കാര്യം അലൈൻ ടു വിഷൻ കൺസിഡറിങ് ദ എറ. അലൈൻ ടു വിഷൻ എന്ന് വെച്ചാൽ നമുക്ക് അൽഹംദുലില്ലാ ഇൻഫോ സക്സസ് യൂത്തിന് ഒരു വിഷൻ ഉണ്ട്. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനെ കുറിച്ച് അറിയാത്തവരടുത്ത് പറയാം, നമ്മൾ എന്തൊരു കാര്യവും അല്ലെ ഒരു ദീർഘദൃഷ്ടിയോട് കൂടി വേണം കാണാൻ. ഇപ്പം ഒരാള് ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോൾ, ഇപ്പൊ ഒന്നും വേണ്ട, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അയാൾ എന്ത് ഉദ്ദേശിച്ച് വിചാരിക്കുന്നുണ്ടാവുക, ഇനി ചെറിയ തോതിൽ തട്ടിമുട്ടി പോയാൽ മതി എന്ന് വിചാരിച്ചാൽ അവർ തട്ടിമുട്ടി പോവുകയെന്നുള്ളൂ അല്ലെ. പക്ഷെ എനിക്കിത് ഒരു ചെയിൻ ആക്കി വളർത്തണം അല്ലെ, അതിന് പല നാടുകളിലേക്ക് എത്തിക്കണം, അതിനാണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം യൂസുഫ് അലി ലുലു തുടങ്ങിയത് എങ്ങനെയായിരിക്കും, വളരെ ചെറിയ തോതിൽ തന്നെ തുടങ്ങിയത്, പക്ഷെ അദ്ദേഹത്തിന്റെ വിഷനാണ് ഇന്ന് ദുനിയാവ് മുഴുവനും നമ്മൾ കാണുന്നത്. അതുപോലെ നമുക്കൊരു ദീർഘദൃഷ്ടി, ഒക്കെ ഇന്ന കാലം എത്തുമ്പോഴേക്ക് അത് ഇന്ന ലെവലിലാവണം, അതിനാണ് വിഷൻ എന്ന് പറയുന്നത്, ദീർഘമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. പിന്നെ കൺസിഡറിങ് ദ എറ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വിഷൻ ആണെങ്കിലും അത് നടത്താൻ വേണ്ടി ചില വഴികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വഴി ഖുർആനും സുന്നത്തും തന്നെയാണ്, അല്ലാത്ത ഒരു വഴിക്ക് നമ്മൾ നടത്തിയത് വർക്ക്ഔട്ട് ആവില്ല. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടം നോക്കണം. ഓക്കെ, ഈ കാലഘട്ടത്തിൽ അതിനെങ്ങനെ വർക്ക് ആവാന്നുള്ളതിനെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് അപ്രോച്ച് അലൈൻ ടു വിഷൻ കൺസിഡറിങ് ദ എറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ വിഷൻ എന്താന്ന് ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഡീപ് റൂട്ടഡ് ട്രീസ് ഗ്രോ സ്ട്രോങ് ആൻഡ് ഗിവ് ഷെയ്ഡ്. ഇതാണ് നമ്മൾ ഇൻഫോ സക്സസ് യൂത്ത്, അതായത് ഇൻഫോ സക്സസ് യൂത്ത് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. I4C നിങ്ങൾ താഴെ കാണുന്നുണ്ടാവും, I4SY ഇൻഫോ സക്സസ് യൂത്ത്, അതായത് I4C. ഓക്കെ, എളുപ്പത്തിൽ I4C എന്ന് ഞാൻ പറയാം ഇനി മുതൽ. അപ്പം ഡീപ് റൂട്ടഡ് ട്രീസ് ഗ്രോ സ്ട്രോങ് ആൻഡ് ഗിവ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തില് വേരിറങ്ങിയ മരങ്ങള് സ്ട്രോങ് ആയിട്ട് വളരും, അത് മറ്റുള്ളവർക്ക് തണലും കൊടുക്കും. ഓക്കെ, ആഴത്തില് വേരിറങ്ങിയ മരങ്ങള് സ്ട്രോങ് ആയിട്ട് വളരും, അത് തണല് കൊടുക്കും. അതാണ് നമ്മളുടെ വിഷൻ. അപ്പം ആ ഒരു വിഷനിൽ മേലായിരിക്കും I4C വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫാമിലി സീരീസ്. കാരണം ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കൊരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ വിചാരിച്ചുകൊണ്ട് നടക്കൂല. നമ്മളെ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളും അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് ഇനി മുതൽ എന്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പം ഈ വിഷനെ കുറിച്ച് ഇനി ഞാൻ ഒന്ന് ഇത്തിരി ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ഇത്തിരി ഒരു വിശദമായിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പിക്ചർ അവിടെ തങ്ങി നിൽക്കും. അപ്പം ഇവിടെ നിങ്ങൾ മരത്തിനെ കണ്ടല്ലോ അല്ലെ, ഈ മരം ആണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ മക്കളെ നമ്മൾ അതുപോലെ ഒരു മരമാക്കി വളർത്താൻ പോവാണ്, മറ്റുള്ളവർക്ക് തണല് നൽകുന്ന, നമുക്ക് ഫ്രൂട്ട്സ് നൽകുന്ന ഒരു മരമാക്കിയിട്ട്. ഓക്കെ, ഇപ്പം ഒരു പ്രത്യേകിച്ച് ഈ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ആ ത്രില്ല് അറിയാം അല്ലെ. ഒരു ചെറിയ വിത്ത് നട്ട് അത് വേര് വന്ന് എന്നിട്ട് അതിന്റെ മേലേക്ക് മെല്ലെ മുളകൾ വന്ന് അല്ലെ, അത് കുഞ്ഞു കുഞ്ഞ് ഇലകളൊക്കെ വന്ന് ബ്രാഞ്ചസ് ആയി കയറി, ഇനിയിപ്പോ ചെറിയ തക്കാളി പച്ചമുളക് പോലെയുള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും അല്ലെ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫ്രൂട്ട്സ് കിട്ടുന്ന തന്നെ നമുക്ക് അതിനെ പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചെടുത്താൽ അതിന്റെ കൈയോടുകൂടി ഇങ്ങോട്ട് പോരുകയും ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വളർത്തലിന്റെ ത്രില്ല് നമുക്ക് അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നാൽ ചില മരങ്ങൾ അത് ഒരുപാട് വലുതായിട്ട് അല്ലെ, വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടും വേര് ഇറങ്ങി മേലോട്ടും കയറി സ്ട്രോങ് തടിയായി അല്ലെ, പിന്നെ അതിന്റെ ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ആവുമ്പോൾ അതിന് ഒരുപാട് സമയമെടുത്ത് അതെങ്ങനെ മെച്ചോറായിട്ട് വരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഓരോ സ്റ്റേജിനും അതിൻ്റെതായ സമയം ആവശ്യമുണ്ട് അല്ലെ. പിന്നെ നമ്മൾ മനുഷ്യന്മാർ വളരുന്നത് പോലെ ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ അതിന്റെ ഏർലി സ്റ്റേജിലാണ് പെട്ടെന്ന് വളരുക അല്ലെ. ഒരുവിധം വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളർച്ച കാണാൻ പറ്റില്ല, ഏർലി സ്റ്റേജിലാണ് അത് പെട്ടെന്ന് വളരുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകൾ ഒന്ന് കണ്ടു നോക്കാം അല്ലെ. ഒരു വിത്ത്, അത് മെല്ലെ മുളയൊക്കെ വേര് താഴോട്ട് വന്ന് മേലേക്ക് ചെടിയുടെ ഇലകൾ വന്ന് അല്ലെ, അങ്ങനെ വളർന്ന് അത് പിന്നെ ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചെടിയായി മാറി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി. പിന്നെ അത് എന്താവും, പൂത്തിട്ട് അല്ലെ, പൂത്ത് അത് കായ്ക്കും. അപ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇത് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇതിന്റെ ഷെയ്ഡ് മറ്റുള്ളവർക്ക് തണലായിട്ട് മാറും, മറ്റുള്ളവർക്ക് എല്ലാ രീതിയിലും എന്താണ് ഗുണമുള്ളതായിട്ട് മാറും അല്ലെ. നമുക്ക് പോലും അതുകൊണ്ട് ഗുണമുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മളാണ് നട്ട് വളർത്തിയതെങ്കിൽ നമുക്കും ഗുണമുണ്ടാവും, അതുപോലെ മറ്റുള്ളവർക്കും ഗുണമുണ്ടാവും. അപ്പം ഈ രീതിയിൽ ഓരോ ചെടിയും വളരണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയം വേണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ചിലത് അല്ലെ, ചിലതിന് അതിന്റെ നേച്ചർ അനുസരിച്ച് അത് പെട്ടെന്ന് വളരുന്നതും പെട്ടെന്ന് ഫലം തരുന്നതും ഉണ്ടാവും. എന്നാൽ ചിലത് വളരെ സമയം എടുക്കും. അതായത് ഓരോ സ്റ്റേജും സമയം എടുക്കുന്നുണ്ട്, മുള വരാൻ സമയം എടുക്കുന്നുണ്ട്, ഇല ഉണ്ടാവാൻ സമയം, അത് അതിന്റെ നേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എന്നാലും പൊതുവെ ഒരു സ്ട്രോങ് ആയിട്ടൊന്ന് വളർന്ന് വലുതായി ഇലയും കായും പൂവൊക്കെ ഉണ്ടാവണമെങ്കിൽ, സ്ട്രോങ് മരമാണെങ്കിൽ ഓക്ക് പോലത്തെ മരങ്ങളൊക്കെ ആണെങ്കിൽ വർഷങ്ങൾ എടുക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം സമയം എടുക്കും. എന്നാൽ ചില ചെടികളുണ്ട് വളരെ പെട്ടെന്ന് വളർന്ന് വലുതാവുന്നത്. എന്തൊക്കെയാണ് ഈ ചെടികളുടെ അല്ലെങ്കിൽ മരത്തിന്റെ വളർച്ചനെ ഇഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ഓരോന്നിനും അതിൻ്റെതായ ജനറ്റിക് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാവും അല്ലെ. നമ്മളെ മക്കളെ പോലെ തന്നെ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. ചിലത് വളരെ സ്പീഡിൽ വളരും, ചിലത് വളരെ സ്ലോ ആയിട്ടേ വളരുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതേപോലെ എത്രത്തോളം ക്വാളിറ്റി ഉള്ള മണ്ണിലാണ് അത് വളരുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും അല്ലെ. നമ്മൾ ഏത് വീട്ടിലാണ് ആ കുട്ടി വളരുന്നത്, ആ വീട്ടിൽ എങ്ങനെ സപ്പോർട്ട് ഉണ്ട്, അതിനനുസരിച്ച് വളർച്ചയ്ക്ക് വ്യത്യാസം വരും. എങ്ങനെ അതിന് വെള്ളം കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം വരും. അതിന് ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം വരും. സുബ്ഹാനല്ലാഹ് അല്ലെ. ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസം വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു ചെടി എങ്ങനെ വളരുന്നു, എങ്ങനെ എന്താണ് ഫുൾ ആയിട്ട് അത് മെച്ചുവർ ആയിട്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ അതൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിന് സമയം എടുക്കും. സമയം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ദോഷം ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്, അതിൻ്റെതായ ദോഷം ഉണ്ടാവും. അതായത് പെട്ടെന്ന് വളരുന്ന ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മിനിറ്റ് നമുക്ക് അത് നോക്കാം. പെട്ടെന്ന് വളരുന്ന ഒരു ചെടിക്ക് എന്ത് ദോഷമാണ് ഉണ്ടാവുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് വളരുന്ന അടിപൊളിയാണെന്ന് തോന്നും. പക്ഷേ അതിന്റെ തണ്ടിന് സ്ട്രോങ് ആവാനുള്ള സമയം ഉണ്ടാവില്ല അല്ലേ. അത് വീക്കായിരിക്കും. അതിന്റെ തണ്ട് നമുക്ക് വലിയ വലിയ റോഡ് സൈഡ് കാണുന്ന വലിയ വലിയ മരങ്ങളെ തണ്ടും നമ്മുടെ വീടുകളിൽ ഒരു പക്ഷെ നമ്മൾ വെച്ച് വളർത്തിയ മരത്തിന്റെ തണ്ടും നമുക്ക് ജസ്റ്റ് അതിന്റെ ഇത് റേഡിയസ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, വളരെ വീക്കായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഒരു നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് വീഴും. എന്നാൽ മറ്റേ മരങ്ങൾ എത്ര സ്ട്രോങ് കാറ്റിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഈ ചെറിയ തണ്ടുള്ള അല്ലെങ്കിൽ വേരിറങ്ങാത്ത മരത്തിനെ ബാധിക്കും. എന്നാൽ മറ്റേ സ്ട്രോങ് ആയിട്ട് വേരിറങ്ങിയ മരത്തിന് അതൊന്നും ബാധിക്കൂല. അപ്പം ഒരു ഇല്ലാത്ത കാര്യമായി വേരിറങ്ങാതെ എന്ന ഫലം തരുന്ന ഒരു മരം, സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ മന്ദമാരുതൻ അടിച്ചാൽ പോലും മൂപ്പര് അങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് ചാഞ്ഞ് ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നല്ലപോലെ വേരിറങ്ങി ഫലങ്ങൾ ഉണ്ടാക്കിയ മരം എത്ര ശക്തിയേറിയ കാറ്റടിച്ചു കഴിഞ്ഞാലും അതവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം നമ്മളുടെ മരങ്ങൾ ഏത് വേണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ നട്ടു വളർത്തുന്ന മരങ്ങൾ എങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വേരിറങ്ങിയ മരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 കൊല്ലെങ്കിലും വേണം ഇതുപോലെ ഒരു മരം നമ്മളുടെ കുട്ടികളാകുന്ന മരത്തിനെ നട്ട് നനച്ച് വളർത്തി ഇതുപോലെ വേരിറക്കി സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. ആ ഒരു വിഷൻ ആയിരിക്കും I4C ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ മരം ഈ നോ റൂട്ട് ആൻഡ് ഫ്രൂട്ട്സ് ആണോ ഡീപ്പ് റൂട്ട് ആൻഡ് ഫ്രൂട്ട്സ് ആണോ എന്ന്. അതായത് റൂട്ടില്ലാതെ പെട്ടെന്ന് ഫ്രൂട്ട്സ് കിട്ടുന്ന മരങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ നല്ലപോലെ ആഴത്തിൽ വേരിറങ്ങി ഫ്രൂട്ട് ഉണ്ടായി മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുന്ന മരങ്ങളാണോ വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ കയ്യിൽ ഒരു പ്രശ്നമുണ്ട് അല്ലെ, അതിന് നമുക്ക് പരിഹാരവും കാണണം. അപ്പൊ എങ്ങനെയാണ് I4C നമ്മൾ ഈ പ്രശ്നത്തിന്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കള് ഈ ഇതുപോലെ വളർന്ന് പന്തലിച്ച് ഫ്രൂട്ടും തന്ന് അതേസമയം മറ്റുള്ളവർക്ക് തണലും കൊടുക്കുന്ന ഒരു മരം ആവണം. അതാണ് നമ്മളെ കയ്യിലുള്ള പ്രശ്നം. അതെങ്ങനെയാണ് അതിനുള്ള സൊല്യൂഷൻ, എന്ത് സൊല്യൂഷനാണ് അതിൽ വർക്ക് ആവാന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള I4Cയുടെ സൈഡിൽ നിന്നുള്ള പ്രപ്പോസൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾ ഓരോന്നും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടേ എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ പൊതുവെ സുബ്ഹാനല്ലാഹ് നമ്മൾ ചെയ്യാറ്, ഇപ്പം ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കണം എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ അത് അവരുടെ എന്താണ് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല പല ചാൻസ്, ചിലപ്പോൾ ബൈ ചാൻസ് ചെയ്തതായിരിക്കും, നേച്ചർ കൊണ്ട് ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള പല റീസൺസിനെയും നമുക്ക് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാക്കി മാറ്റാം. ഒന്ന് കമ്പൽഷൻ, നിർബന്ധിതമായ സാഹചര്യത്തിൽ ചെയ്യുന്നത്. രണ്ട് പാഷൻ, ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത്.
ഓക്കെ. അപ്പം ഈ നിർബന്ധത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ പോലും അതിനെന്താ ഇൻപുട്ട് പോകേണ്ടത്? ഇപ്പൊ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പെടുക്ക് എന്ന് പറയണമെങ്കിൽ അവർക്ക് എന്താ ഇൻപുട്ട് കിട്ടേണ്ടത്? അറിവ് കിട്ടണം, അല്ലെ? സുബ്ഹാനല്ലാഹ്, അറിവ് കിട്ടണം. സത്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു അപ്രോച്ചാണ്. നമ്മൾ അതിനെ കമ്പൽഷൻ നിർബന്ധിക്കാന്ന് വിളിക്കുന്നില്ല എന്ന് എങ്കിൽ പോലും നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾക്ക് അറിവ് കൊടുക്കും. അത് ചിലപ്പോൾ ചില ക്ലാസ്സുകളിലൂടെ ആയിരിക്കാം, അല്ലെ? ചില കോഴ്സുകളിൽ ചേർത്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉപദേശം കൊടുത്തിട്ടായിരിക്കാം. അവരിൽ നിന്ന് ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യാണ്. ഓക്കെ. അവര് നമ്മൾ ആ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ആ പറഞ്ഞു കൊടുത്ത ലെസണ് അവരെ നാളെ തന്നെ ഇന്റേണലൈസ് ചെയ്തിട്ട് അവരത് ചെയ്യണം എന്ന് നമ്മൾ. അപ്പൊ നാളെ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പറയുമ്പോൾ 18 വയസ്സായി, 20 വയസ്സായി, 25 വയസ്സായി എന്നിട്ടും. ഓക്കെ. അവിടെയും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവര് ചെയ്യണം എന്നാണ്. നമുക്ക് എന്താണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതാണ് ഈ ഒരു കമ്പൽഷൻ എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ചിന്റെ റിസൾട്ട്. അതായത് പെട്ടെന്നുള്ള ആൻസർ, പെട്ടെന്നുള്ള റിസൾട്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അവരങ്ങ് പ്രവർത്തിച്ചോളണം. അതാണ് കമ്പൽഷന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും അതാണ്. കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഇതിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പൽഷൻ നമ്മളെയൊക്കെ ജനറേഷന്റെ ഒരു ഏർലി സ്റ്റേജ് വരെ വർക്ക് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് വർക്ക് ആവുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാണ്. ഈ നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിക്കുക എന്നുള്ളത് വർക്ക് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഇപ്പോഴും കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ ദേഷ്യം വരലും അടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട്, അതായത് നമ്മൾ ആ ഒരു അപ്രോച്ച് മാറ്റി പിടിക്കാൻ തയ്യാറില്ല. ഇത് നടക്കുന്നില്ല എന്ന് നമുക്ക് അറിഞ്ഞാലും നമ്മൾ വേറൊരു കൂട്ടരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അവരവരുടെ പൂർവികന്മാരെ അന്ധമായി ഫോളോ ചെയ്യുന്നവരാണ്. കാരണം നമ്മളെ ഉമ്മയും വാപ്പയും നമ്മളെ എങ്ങനെയാ വളർത്തിയത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ വളർത്തുള്ളൂ. നമ്മളെ ഉമ്മ അടിച്ചപ്പോ ഞാൻ നന്നായിനും, ഉമ്മ ചീത്ത പറഞ്ഞപ്പോ ഞാൻ നന്നായിനും, ഉമ്മ പറഞ്ഞപ്പോ ഞാൻ ചെയ്തീനു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം. ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മെജോറിറ്റി ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, അല്ലാത്ത ആൾക്കാരുണ്ടാവും, മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക്. പക്ഷെ മെജോറിറ്റി ആളുകളും. എന്നിട്ട് ഇത് വർക്ക്ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും? നിരാശരാവും. നമുക്ക് പിന്നെ ഫുൾ കംപ്ലൈൻസ് ആണ്. അതോ എന്റെ മോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, അതാക്കുന്നില്ല, ഇതാക്കുന്നില്ല. എന്നിട്ട് നമുക്ക് അവരെ മേലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്തൊരു ജനറേഷൻ ആണിത്, ഇവരെന്താ ഇങ്ങനെ. പിന്നെ അവരെ കുറിച്ചുള്ള നെഗറ്റീവ് സൈഡ്, ഡാർക്ക് സൈഡ് കാണലായി. നമ്മൾ എന്നിട്ട് അതാണ് നമ്മുടെ പോയിന്റ് നിൽക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സർക്കിൾ വീണ്ടും 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 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും ഇതന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഇതിന് ഒരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് സൂറത്ത് അംബിയാല് 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. ധൃതി കൂട്ടുന്നവരായിട്ടാണ് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നേച്ചറാണത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. പലപ്പോഴും നമ്മൾ ഈ പെട്ടെന്നുള്ളതും എളുപ്പം എന്നുള്ളതും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ആൾക്കാരാണ്. അതായത് പലപ്പോഴും ഇതുപോലെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല ഹീലിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈവൻ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചില കോഴ്സസ് ഉണ്ടാവും, സൈക്കോളജി പോലെയുള്ള കാര്യങ്ങൾ. ഞാൻ മൊത്തത്തിലുള്ള അടച്ചാക്ഷേപിച്ച് പറയല്ല കേട്ടോ. ചിലതുണ്ടാവും ക്വിക്ക് റിസൾട്ട് തരുന്ന. അപ്പൊ നമ്മളെ മനസ്സിൽ എളുപ്പത്തിൽ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നത്. ഈവൻ നിങ്ങളെ കുട്ടികളെ ഞങ്ങൾ നന്നാക്കാം എന്ന് ഓഫർ ചെയ്ത് വരുന്ന ആരാണെങ്കിലും, നിങ്ങളെ കുട്ടികളെ ഞങ്ങൾ നന്നാക്കി തരാം എന്ന് നിങ്ങളുടെ അടുത്ത് ആര് ഓഫർ ചെയ്ത് വന്നാലും അവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ക്വിക്ക് റിസൾട്ടാണ്. കാരണം നിങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ല, നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്കേ നന്നാക്കാൻ പറ്റുള്ളൂ, അള്ളാഹ്ക്കും നിങ്ങളെ കുട്ടികൾക്കും, ഈ 3 കൂട്ടർക്കേ നന്നാക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ചെറിയൊരു ഇൻപുട്ട് തരാനേ പറ്റുള്ളൂ, ചെറിയൊരു സഹായം, ഞങ്ങളൊരു സപ്പോർട്ട് തരാം, അത്രയേ പറ്റുള്ളൂ. ആർക്കും അതേ പറ്റുള്ളൂ. നിങ്ങളുടെ ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികളുടെ ടീച്ചേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ഇൻപുട്ട് അതേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളൊക്കെ ഇതിന്റെ പിന്നാലെ പോകുന്നത്, നമ്മൾ ഈ എളുപ്പം എന്ന് പറയുന്ന സംഭവം അല്ലേ, ക്വിക്ക് ആൻഡ് ഈസ് എന്ന് പറയുന്നതിന്റെ പിന്നാലെ അത് രണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ശരിക്കും നമുക്കറിയാം, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല, അല്ലേ? അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒന്നും എളുപ്പമല്ല. അപ്പം ശരിക്കുള്ള എളുപ്പം എവിടെയാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തന്ന വഴിയിലാണ്. അവിടെ മാത്രമേ എളുപ്പമുള്ളൂ. ആ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അതാണ് എളുപ്പം. അല്ലാതെ പെട്ടെന്ന് കാര്യം നടക്കലല്ല എളുപ്പം. ഓക്കെ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി അടിവരയിട്ട് വെക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് നമ്മൾ ഈ കമ്പൽഷൻ അപ്രോച്ചിന്റെ, അതായത് ഇന്ന് പറഞ്ഞു കൊടുത്ത് നാളെ അവർ ചെയ്യുക എന്നുള്ള ആ ഒരു അപ്രോച്ചിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. രണ്ടാമത്തെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. ഇങ്ങനെയുള്ള പല കമ്പൽഷൻസും കുട്ടികളിൽ ആ ഒരു ഹാബിറ്റ്, ഇപ്പം നമ്മളില്ലേ കുട്ടികളെ നിർബന്ധിച്ച്
കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടോ, അത് അനുസരിച്ച് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരു കാര്യം വീണ്ടും 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 പറഞ്ഞ് നമ്മൾ അവരെ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഹാബിറ്റായി മാറാൻ ഇത് ശരിക്കും വർക്ക്ഔട്ട് ആവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഇങ്ങനെ ഒരു കാര്യം ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അവിടെ എഴുതപ്പെടും. അത് അവരുടെ സെക്കൻഡ് നേച്ചറായി മാറും. അപ്പം മാഷാഅല്ലാ ചില കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെയൊക്കെ നിസ്കരിച്ച് ശീലിച്ച മക്കൾ, വാപ്പാന്റെ കൂടെ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ തന്നെ വീട്ടിൽ ജമാഅത്തായിട്ട് നമസ്കരിച്ച് ശീലിച്ച കുട്ടികൾ അത് അവരുടെ സെക്കൻഡ് നേച്ചറായിട്ട് മാറിയിട്ടുണ്ടാവും. അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇപ്പൊ നമ്മൾ ഡെയിലി രാവിലെ ബ്രഷ് ചെയ്യുന്നത് അതൊരു ശീലം അല്ലെ, നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ശീലമാണ്. അതെന്താണ്, അത് നമ്മളെ സെക്കൻഡ് നേച്ചറായിട്ട് മാറി. അപ്പൊ നമുക്ക് ഒരു ദിവസം പോലും ബ്രഷ് ചെയ്യാതെ നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഓക്കെ, അതേപോലെ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പൽഷൻ വർക്കാവും. ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ, അതായത് ശരിക്കും അവർ നിസ്കാരത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഇബ്ലീസ് അവരെ പല രീതിയിലും അവരുടെ സുഹൃത്തുക്കളായിട്ടും മറ്റു വലയങ്ങളായിട്ടും ഒക്കെ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോഴും അവർക്ക് ഇബ്ലീസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും, ഈ ഒരു ഹാബിറ്റ് അവരിൽ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു കമ്പൽ ചെയ്തിട്ട് അവരെന്തെങ്കിലും നടത്തണമെങ്കിൽ ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. ജനറലി ഒരു മെജോറിറ്റി കുട്ടികളുടെ കാര്യത്തിലും ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ പഠിപ്പിച്ചത്, നിങ്ങൾ അവരെ ഈ ഒരു പ്രായം വരെ അവരെ നിസ്കരിപ്പിച്ചില്ലെങ്കിൽ അവരെ വേദനയില്ലാതെ അവരെ ഒന്ന് അടിച്ചോ. കാരണം അതൊക്കെ കമ്പൽഷന്റെ ഭാഗമാണ്. ചെറുതായിട്ട് അവരെ നിർബന്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ചെറുതായിട്ട് അടിച്ചോ, അത് ഏർലി ചൈൽഡ്ഹുഡിലാണ് അല്ലെ. അതിനേക്കാളും വലിയ കുട്ടികളെ അടിച്ചോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അപ്പം അതിന് പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് അതാണ് ഏർലി ചൈൽഡ്ഹുഡ്. അത് ഇപ്പോഴത്തെ കാലത്ത് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത്ര വയസ്സെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ കുട്ടി ഏത് സിറ്റുവേഷനിലാണ് വളരുന്നത് എന്നുള്ളതിനനുസരിച്ച് ആ ഏർലി ചൈൽഡ്ഹുഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് കുട്ടികളെ ചെറുപ്പം മുതലേ അതിന് പറ്റിയ എൻവയൺമെന്റ് ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് അവർ അതിലേക്ക് എത്തുന്നത് പോലെ ആൺകുട്ടികൾ വാപ്പമാരെ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോവുകയും പെൺകുട്ടികൾ പള്ളിയിൽ പോകുന്നതാണെങ്കിൽ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ഇനി വീട്ടിലാണെങ്കിൽ ഉമ്മയുടെ കൂടെ ജമാഅത്ത് നമസ്കരിച്ച് കുടുംബം ജമാഅത്ത് നമസ്കരിച്ച് അവർ ആ ഒരു ഏജ് ഓഫ് റെസിസ്റ്റൻസിൽ എല്ലാത്തിനും എതിർക്കാനുള്ള ഒരു ഏജ് എത്തുന്നതിന് മുമ്പ് അത് അവരുടെ നേച്ചറാക്കി സെക്കൻഡ് നേച്ചറായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്പൽഷന്റെ വേറെ ഒരു ഗുണം. ഒന്നാമത്തത് ക്വിക്ക് റിസൾട്ട്, രണ്ടാമത്തത് അതിന് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പൽഷൻ എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, നീ അത് ചെയ്യും അല്ലേ. അത് കുറച്ചു കാലം പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അത് പോയി പോകും. അപ്പം ഫോഴ്സ് എപ്പോഴും പുറത്തുനിന്ന് വരുന്ന ഫോഴ്സ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയൺമെന്റിലല്ല അവരുള്ളതെന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് മെല്ലെ ഡ്രോപ്പ് ആയി പോകും. ചിലപ്പോൾ നമ്മളെ മക്കളൊക്കെ അല്ലേ ചില നല്ല ഹിഫ്ലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ ഒരു 2-3 കൊല്ലമൊക്കെ നിൽക്കുമ്പോൾ മാഷാ അല്ലാഹ് അവർ അടിപൊളിയായിരിക്കും. കാരണം അവിടെ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന എൻവയൺമെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്, ആ എൻവയൺമെന്റിൽ അവർക്ക് ഈ കമ്പൽഷൻ നിർബന്ധം കിട്ടുന്നുണ്ട്. കാരണം അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്താ, ഇവരെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യിക്കുക എന്നുള്ളത് അല്ലെ. അപ്പം അവിടെ ആ ഒരു റൂട്ടീനിൽ പോകുമ്പോൾ അവർ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നാച്ചുറലി അവർക്ക് എൻവയൺമെന്റ് നഷ്ടപ്പെട്ടു. ആ എൻവയൺമെന്റിന്റെ സപ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ അല്ലെ, ചുറ്റുപാടിന്റെ പരിസ്ഥിതിയുടെ സപ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ അവർ മെല്ലെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിന്റെ കമ്പൽഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിന് അത് ഒരുപാട് കാലം നിലനിൽക്കാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ പറഞ്ഞത് അവർക്ക് പുറത്തുനിന്ന് ഫോഴ്സ് കൊടുക്കുന്ന ആൾക്കാരും പോയി അവർക്ക് ആ ഒരു സിറ്റുവേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ മെല്ലെ അതിൽ നിന്ന് വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വേറൊരു മെത്തേഡ് നമുക്ക് ഉണ്ടാവും അല്ലെ. എന്തായാലും പാഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഒരു അടങ്ങാത്തൊരു ഇഷ്ടം, ഒരു ആവേശം. ഓക്കെ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ മാറില്ല, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെയും ഈ പാഷൻ ഉണ്ടാവണമെങ്കിലും അറിവ് തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അറിവിൽ കൂടെ തന്നെ ഈ പാഷനും ഉണ്ടാവുള്ളൂ. അപ്പൊ പാഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ പാഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഉള്ളിൽ നിന്നാണ് ഈ ഫോഴ്സ് വരിക. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, അവർ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അവർ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഒരാൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അവർ ഉള്ളിൽ ആ ഒരു ഇഷ്ടം അവിടെ പേര് പിടിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതിന് ഏത് പരിസ്ഥിതിയിലേക്ക് അവർ ഏത് സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാലും ഉള്ളിൽ നിന്നുള്ള ഫോഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വന്ന് തല്ലണ്ട, പിടിക്കണ്ട, നിർബന്ധിക്കണ്ട, ഒന്നും ചെയ്യണ്ട, അവരത് ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ ഒരു കാര്യത്തിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ചെയ്യും.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ഒക്കെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ഈ പാഷനിലും നമ്മൾ പറഞ്ഞു മറ്റിടത്തും ഇൽമ തന്നെയാ കൊടുക്കുന്നത്, ഇവിടെയും ഇൽമ തന്നെയാ കൊടുക്കുന്നത് അല്ലേ. അപ്പം ഈ രണ്ട് ഇൽമും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ കൊടുക്കുന്ന ഇൽമ, അവിടെ കൊടുക്കുന്ന നമ്മൾ കമ്പൽഷനിൽ കൊടുക്കുന്ന ഇൽമ നിങ്ങൾ ഇത് ചെയ്യ് എന്ന് പറയും, നാളെ അവർ ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ശരി, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും, അവർ നാളെ അത് ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഇൽമ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ, ഇന്റേണൽ ആയിട്ടുള്ള ത്വരകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൽമായിരിക്കും. അത് അവർക്ക് ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഇൽമായിരിക്കണം. ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ മേലേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ടൂൾസ് അവരുടെ കയ്യിൽ കൊടുക്കുന്ന ഇൽമായിരിക്കും. അത് ഹിക്മത്തുള്ള ഇൽമായിരിക്കണം. ആ ഇൽമ ഉപയോഗിച്ച് അവർ ചിന്തിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് ആ ഇൽമ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രാപ്തമായിട്ടുള്ള ഒരു ഇൽമായിരിക്കണം. അവരുടെ ബുദ്ധിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൽമായിരിക്കണം. അങ്ങനെ ഈ ഇൽമ ഉപയോഗിച്ച് കുഴപ്പമില്ല, എൻ്റെ ലൈഫിനെ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവരതുമായിട്ട് ലവിലാവും. സുബ്ഹാനല്ലാഹ്. ഈ ദീനിനോട് അവർക്ക് ഇഷ്ടമാവും. പിന്നെ അവരതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ഏത് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും അവരതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കും. ഇത് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. ഇതിന് സമയം വേണം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മരം പോലെ മെല്ലെ വിത്തിട്ട് അതിൽ നിന്ന് മുള വന്ന് വളർന്ന് അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ വേണ്ടിടത്തുനിന്നൊക്കെ കിട്ടി വെള്ളം കിട്ടി, സൂര്യപ്രകാശം കിട്ടി അല്ലെ, പല പരീക്ഷണങ്ങളെയും നേരിട്ട് അതിലൂടെ ജീവിച്ച് പൂത്ത് കായ്ച്ച് ഫലങ്ങൾ ഉണ്ടാക്കി അതുപോലെ മറ്റുള്ളവർക്ക് തണല് കൊടുത്ത്, അതാണ് അങ്ങനെ ഇത് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് പാഷൻ. ഓക്കെ, ഈ പാഷന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സ്ലോ ആണ്. പ്ലസ് ഇവിടെ ഹാബിറ്റ് ബിൽഡിംഗ് അത്ര ഈസി അല്ല. കാരണം ഹാബിറ്റ് ബിൽഡിങ്ങിന് എപ്പോഴും അതായത് നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പം എപ്പോഴും ഇബ്ലീസ് എന്ന് പറയുന്ന പുറത്തുനിന്നുള്ള ഒരു ശത്രു ഉണ്ടാവും. അപ്പം ഇവിടെ ഹാബിറ്റ് ബിൽഡിങ്ങിന് അവർ എക്സ്ട്രാ എഫേർട്ട് ഇടണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ശരിക്കും എവിടെയാണ്? ഇതിന്റെ കോമ്പിനേഷൻ ആണ്. കുറച്ച് കമ്പൽഷനും ബാക്കി പാഷനും. അതായത് കുറച്ചൊക്കെ അല്ലെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു സിസ്റ്റവും എല്ലാം കൂടെ പ്ലസ് അതിൻ്റെ കൂടെ അവർക്ക് പാഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൽമ് കുറച്ച് ഒരുപാട് വലിയ വലിയ പോസുകളൊന്നും എടുത്ത് അവരെ താങ്ങാൻ പറ്റാത്ത അത്രയും ഭാരമാക്കി കൊണ്ടൊന്നും വേണ്ട. കുറച്ച് കൊടുക്കുക. അവർ ജീവിക്കുന്നതിനനുസരിച്ച് അല്ലെ, നമ്മളിപ്പം എങ്ങനെ നമ്മുടെ തഫ്സീർ ക്ലാസ്സുകൾ എടുക്കുന്നു അതുപോലെ കുറച്ച് ഇഷ്ടം കൊടുത്ത് അവരിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിൽ അവരോടുള്ള അപ്രോച്ചും മാറി വരുമ്പോൾ അത് വർക്കൗട്ട് ആവും. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പൽഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതിനൊരു പ്രായമുണ്ട്. ആ പ്രായത്തിലേ അത് വർക്കൗട്ട് ആവുള്ളൂ. ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെല്ലെ വേറെ പല രീതിയിൽ അവർക്ക് നിർബന്ധിക്കാന്ന് തോന്നാത്ത രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും അവരെ മെല്ലെ പഠിപ്പിക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പോകെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ തരുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രപ്പോസൽ I4Cന്റെ പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ അവരിലേക്ക് കൊടുക്കുന്ന ഇൽമിന് പാഷനും കമ്പൽഷനും ഉണ്ടാവണം. അതായത് നമ്മളെ സൈഡിൽ നിന്നും മെല്ലെ അവരെ ബേസ് സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ ഞങ്ങളും ശ്രമിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ സാഹചര്യങ്ങൾ അവർക്ക് സെറ്റാക്കണം. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ ഈ ഫാമിലി സീരീസിൽ ഹാൻഡിൽ ചെയ്യും. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നും അവരെ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മെല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും മാറണം, നമ്മൾ ഓരോരുത്തരും മാറണം, എന്നാലേ നമുക്ക് അവരെ മാറ്റാൻ പറ്റുള്ളൂ. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, കുറേ സമയം എടുക്കും. ഓക്കെ, അതിന് മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാവണം. ഇനി ഇതില് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം, കമ്മ്യൂണിറ്റി, സമൂഹമായിരിക്കുക, ജമാഅത്തായിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിലു. ഒരു പുരുഷൻ അല്ലെ, ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ ദീനിലാണ്, അലാ ദീനി ഖലീലിഹി. അതുകൊണ്ട് നിങ്ങൾ ആരെ സുഹൃത്താക്കുന്നോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് നടക്കൂല അല്ലേ? കാരണം നമ്മളെ സിറ്റുവേഷൻ അങ്ങനെയല്ല, നമ്മളെ നാട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയല്ല, നമ്മളെ കുട്ടികൾ പഠിക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയല്ല. കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് എക്സ്ട്രാ അവർക്ക് ഫ്രണ്ട്സിനെ കൊടുക്കാലോ അല്ലേ? എക്സ്ട്രാ ആയിട്ട് അവരെ നമ്മളെ ദീനിലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്താലോ. നമ്മളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഇപ്പൊ എത്ര പേരുണ്ട്? 462. ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെ, ഇസ്ലാമിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും, അവരുമായിട്ട് മീറ്റപ്പുകൾ നടക്കുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ മക്കൾക്ക് അപ്പറഞ്ഞ സാധനമൊന്നും ഉണ്ടാവില്ല അല്ലെ? എന്റെയും നിങ്ങളെയും മക്കൾക്ക് അവർക്ക് സ്കൂളിലെ ഫ്രണ്ട്സും കോളേജിലെ ഫ്രണ്ട്സും അത് മിക്കവാറും നെയിംസേക്ക് മുസ്ലിംസ് ആയിരിക്കും അല്ലെ, പേരിന് മാത്രം മുസ്ലിം ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിരിക്കും. ആയിക്കോട്ടെ, അത് അവിടെ നിന്നോട്ടെ. പക്ഷെ നമുക്ക് അവർക്ക് ഇസ്ലാമിക് ഫ്രണ്ട്സിനെ കൊടുക്കാലോ അല്ലെ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൻഫോസ് സക്സസ് യൂത്തിന്റെ, അതായത് ഐഫോസിയിൽ അങ്ങനെ ഒരു പ്ലാനും കൂടിയുണ്ട്. ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ആസ്പെക്ട് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ എന്തെന്നൊക്കെ ഇൻഷാ അല്ലാഹ് സാവധാനം നമ്മൾ അത് വർക്ക്ഔട്ട് ആക്കുമ്പോൾ പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മളെ മക്കൾക്ക് കൊണ്ടുവരണം. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കാരണം നമ്മൾ പല നാടുകളിൽ നിൽക്കുന്നവരാ അല്ലെ? അപ്പം അവരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടക്കൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ നമുക്ക് അത് വർക്ക്ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ്, കോൺസ്റ്റന്റ് സപ്പോർട്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളെ മക്കള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൽമും കൊടുക്കുകയാണ്, നമ്മളെ സിറ്റുവേഷൻസും അവർക്ക് അനുകൂലമാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അവരെ സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ബിൽഡ് ചെയ്ത് ഓക്കെ. പക്ഷെ എന്നാലും അവർ ഫെയിൽ ചെയ്യൂലേ? എന്നാലും അവർ ഫെയിൽ ആവൂലേ അല്ലെ? നമ്മളെല്ലാവരും സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് നമ്മൾ 2-2.5 കൊല്ലമായിട്ട് തഫ്സീർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഡെയിലി നമുക്ക് പ്രശ്നങ്ങളില്ലേ, പരാതികളില്ലേ? എനിക്ക് അത് നന്നാക്കാൻ പറ്റുന്നില്ല, ഇത് ശ്രമിച്ചിട്ട് അത് പറ്റുന്നില്ല, ഞാൻ അവിടെ എത്തുന്നില്ല, അങ്ങനെയില്ലേ? സുബ്ഹാനല്ലാഹ്. അവരുടെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ തീവ്രമായിരിക്കും. അപ്പം ഒരു ബേസിക് സപ്പോർട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഫാമിലി സീരീസിലൂടെ നമ്മൾ കുടുംബങ്ങളിൽ നിന്നൊക്കെ കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ ജേർണി മുന്നോട്ട് പോകും തോറും, നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും തോറും അവർക്ക് ബേസിക് സപ്പോർട്ട് അവർക്ക് എന്തായാലും കിട്ടും. പക്ഷെ അതിനപ്പുറത്ത് അവർക്ക് ചില കസ്റ്റം സൊല്യൂഷൻസ്, അവരുടേതായ ചില പ്രശ്നങ്ങൾക്ക്, ചിലപ്പോൾ അവരുടെ വിശ്വാസത്തിലെ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ അവർക്ക് കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്ക് നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ ഭയം കൊണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം അവർ സൊല്യൂഷന് വേണ്ടിയിട്ട് പോകുന്നത് ഒരിക്കലും പുറത്താവരുത്. ChatGPT ചോദിക്കലോ, അല്ലെങ്കിൽ ഒരു എത്തിയിസ്റ്റിക് വ്ളോഗ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഒരു അവിശ്വാസികളുടെ എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ടോ ആവരുത് അവർ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. പകരം നമ്മളുടെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടായിരിക്കണം അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞങ്ങൾ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ് കോച്ചിങ് എന്നൊരു കോൺസെപ്റ്റും കൂടെ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അവർക്ക് പേഴ്സണലി അതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ബോയ്സിന് വോയിസ് ആയിട്ടും ഗേൾസിന് ഗേൾസ് ആയിട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാം ഞങ്ങളുടെ പ്രപ്പോസൽസ് ആണ്, പ്ലാൻസ് ആണ്, വർക്ക്ഔട്ട് ആക്കുന്നേ ഉള്ളൂ. ആൾക്കാരെ വേണം. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഇൻഷാ അല്ലാഹ് വെൽക്കം നമ്മളെ ഗ്രൂപ്പിലേക്ക്. നമ്മളെ കോച്ചിങ്ങേ ഉള്ളൂ കേട്ടോ, ഒരിക്കലും ഇത് ഒരു സൈക്കോളജി, തെറാപ്പി, സൈക്കാട്രി അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. ഇത് ജസ്റ്റ് കോച്ചിങ് ആണ്. ഓക്കെ, കോച്ചിങ് ഒരു പരിധി വരെ അവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം ആരെങ്കിലും അങ്ങനത്തെ കാര്യത്തിൽ സർട്ടിഫൈഡ് ആണ്, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വേറെയും നമുക്ക് കുറച്ച് സിസ്റ്റേഴ്സ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബ്രദേഴ്സിന്റെ സൈഡ് ഒന്നും നോക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പം ഇതാണ് നമ്മളുടെ പ്രപ്പോസൽ, ഐഫോസിയുടെ പ്രപ്പോസൽ ഇതാണ്. അവർക്ക് പാഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എൽമ് അവർക്ക് ലൈഫ് ലോങ് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ടും അവർക്ക് ദീനിനോടുള്ള ഇഷ്ടമായിട്ടും ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനുള്ളതായിട്ടും എല്ലാം കൂടെ. അതിൻ്റെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സിറ്റുവേഷൻസ് ജീവിതത്തിൽ വീട്ടിലെ സിറ്റുവേഷൻസ് മെല്ലെ മെല്ലെ മാറിയാലേ അവർ അതിനെ അബ്സോർബ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ വേറെ പഠിക്കും ഈ ഒരു ഫാമിലി സീരീസിൽ. പിന്നെ അതിൻ്റെ കൂടെ അവരെ കമ്മ്യൂണിറ്റി ആസ്പെക്ട്, അവർക്ക് പറ്റുന്ന ഇസ്ലാമിക് ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്ന ആ ഒരു അപ്രോച്ച് ഇൻഷാ അല്ലാഹ്. പിന്നെ അവർക്ക് സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അവരുടെ പ്രശ്നങ്ങളുമായിട്ട് അവർക്ക് സമീപിക്കാൻ പറ്റുന്ന, എപ്പോഴും അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ. അത് ഒരു ഷോർട്ട് ടേം അല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതൊന്നും ഈ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഷോർട്ട് ടേം അല്ല. അള്ളാഹു ഇതിന് ബർക്കത്ത് തരട്ടെ, അള്ളാഹു എളുപ്പം തരട്ടെ, ഹിദായത്ത് തരട്ടെ. ഇതെല്ലാം ലോങ് ടേം ആണ് വിചാരിക്കുന്നത്. ഒരുപാട് കാലം അവർക്ക് അവർ വളർന്ന അടുത്ത ഒരു ജനറേഷനിലേക്ക് അത് കൊടുക്കാനാവുന്നത് വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തേ മതിയാവും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഞാൻ ഇത്രയും നന്നായി അവർ നന്നാവുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ നമ്മൾ സുന്നത്തിന്റെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒരിക്കലും ഡാർക്ക് സൈഡ് കണ്ട് അതിനെ പരാതി പറഞ്ഞിരുന്നതല്ല. ബ്രൈറ്റ് സൈഡിന് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച്
വെച്ച് അതിന് മുകളിൽ പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ നമ്മളും അതുപോലെ പ്രവർത്തിച്ചേ മതിയാവും. നമ്മളുടെ മടികളും നമ്മളുടെ അതോ നടക്കുമോ എന്നുള്ള സംശയങ്ങളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ മാറ്റി വെച്ചിട്ട് നടക്കും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ ഇന്നതാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നടത്താൻ പറ്റും. എനിക്ക് മടിയില്ല. കാരണം മടിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ഒന്നേ ഉള്ളൂ, ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ പോലും അത് ഇടക്കായിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ വീട്ടിൽ സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ വന്നിട്ടും അത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹിന്റെ അടുത്ത് സമാധാനം പറയണ്ടേ? അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇത്രയധികം കുട്ടികൾ നമ്മുടെ സഹായം ആവശ്യമുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാ വെറുതെ ഇരിക്കുക അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാവരും ദ്വാ ചെയ്യാം, എല്ലാവരും റെഡി ആവാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ആവും, നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ റെഡി ആവാം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്രയായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അതായത് നമ്മളൊക്കെ പാരൻസ് എന്നുള്ള നിലയിൽ നമ്മളെ മക്കൾക്ക് ഒരു ലെവൽ ഓഫ് കംഫർട്ടും എളുപ്പവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് വളർത്തുന്നത്. ഇനി എത്രയൊക്കെ നമ്മൾ അതില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിച്ച പല പ്രശ്നങ്ങളും അവരനുഭവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഒരു കംഫർട്ട് കൊടുക്കുന്നവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. പലരും ഇപ്പം വേഗം തന്നെ മുൻകൂട്ടി ഓക്കെ ഞാൻ അങ്ങനെ അല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ, നമുക്ക് അതിലേക്ക് എത്താം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ജനറേഷൻ, നമ്മുടെ മുന്നത്തെ ജനറേഷൻ, അതിന്റെ മുന്നത്തെ ജനറേഷനൊക്കെ അനുഭവിച്ച പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനും പല നാടുകൾ കാണാനും അല്ലെ പല സ്ഥലത്ത് ജോലി ചെയ്യാനും അതിനൊക്കെ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ്, പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതൊക്കെ ഇപ്പോഴും കുറേയൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ പുതിയ ജനറേഷൻ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രൈവസി ഇല്ലായ്മ, കാരണം പലരും എക്സ്റ്റെൻഡഡ് ഫാമിലികളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ പ്രൈവസി ഇല്ലായ്മ കാരണം ഭാര്യ ഭർത്താവ് ബന്ധങ്ങളെ ബാധിച്ചത്. ഇനി മാരിറ്റൽ ഓപ്പറേഷൻസ്, കാരണം വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പീഡനങ്ങൾ അല്ലെ, ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ, ഇനി വേറെ ഡൊമസ്റ്റിക് വയലൻസ് പോലെയുള്ള എക്സ്ട്രീം എൻഡിലേക്ക് പോയിട്ടുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളും നമ്മളുടെ മുമ്പുള്ള ജനറേഷൻസും ഒക്കെ ഇതിലൊക്കെ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇതിനെ കമ്പൈൻഡ് ആയിട്ട് ഒക്കെ നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഓക്കെ, നമ്മളും നമ്മളെ മുന്നേയുള്ള ജനറേഷൻസും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ചത് എൻ്റെ കുട്ടികൾ അനുഭവിക്കണ്ട അല്ലെ? ആരെങ്കിലും ഓക്കെ അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അവരും എന്നാൽ അത് അനുഭവിപ്പിച്ചിട്ട് തന്നെ ബാക്കിക്കാരെന്ന് ചോദിച്ചാൽ ആരും മക്കളെ വളർത്തുന്നില്ല അല്ലെ? ഒരു പരിധി വരെയൊക്കെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ അവർ പഠിപ്പിച്ചെങ്കിൽ പോലും നമ്മൾ അനുഭവിച്ചത് നമ്മളെ മക്കളെ അനുഭവിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ വളർത്തിയത്. അവരെ നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊരു തരത്തിലുള്ള കംഫർട്ടും എളുപ്പവും ഒക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ബുദ്ധിയുള്ള ആളുകൾ കുട്ടികളെ അല്ലെ നമ്മൾ അനുഭവിച്ച സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ ഓവർകം ചെയ്യാനും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? പലപ്പോഴും നമ്മൾ മക്കളുടെ അടുത്ത് പറയാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത്, പുയ്യാപ്പിന്റെ വീട്ടിൽ പോകാനുള്ളതാണ്, ഇങ്ങനെ ആയാൽ പറ്റില്ല, അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ ഉപ്പൊക്കെ പ്രയാസം വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാ ജീവിച്ചത്, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയൊക്കെ അങ്ങനെ വളർത്തിയവരും മാഷാ അല്ലാഹ് ഒരു പരിധി വരെ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ വളർത്തിയവരും നമ്മളെ കൂട്ടത്തിൽ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പാരൻസിൽ ആദ്യത്തെ സെറ്റ് ഞാൻ പറഞ്ഞല്ലോ, കംഫർട്ടബിൾ ആക്കിയിട്ട് വളർത്തുന്ന പാരൻസ് എന്താ വിചാരിക്കുക, അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ മക്കൾക്ക് എല്ലാ കംഫർട്ടും കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇനി ഒരു പ്രയാസവും വരൂല. രണ്ടാമത്തെ സെറ്റ് ഓഫ് പാരൻസ് വിചാരിക്കും ഞാൻ ഫേസ് ചെയ്ത പോലത്തെ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്താക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ ഈ രണ്ട് ചിന്തയായിരിക്കും നമ്മൾ ആ രണ്ട് ടൈപ്പ് ഓഫ് പാരൻസിന്. ഇത് രണ്ടും അല്ലാത്തൊരു ടൈപ്പ് ഓഫ് പാരൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള ചിന്തയായിരിക്കും നമ്മളുള്ളത്. ചിലർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം അവരെ മക്കൾ ചിലപ്പം ഒരു ലൈഫിന്റെ ഒരു വലിയ ഫേസ് കടന്നിട്ടുണ്ടാവും, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പ്രശ്നങ്ങളൊന്നും അല്ലെ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് അവരതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ കണ്ടില്ലേ അവർ മക്കളും പ്രോപ്പറായിട്ട് വളർത്തിയില്ല എന്നൊക്കെ തോന്നുന്നവരും ഉണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ മക്കള് ഈ മേലെ പറഞ്ഞ ടെസ്റ്റുകൾ ആണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദാരിദ്ര്യമോ, വിദ്യാഭ്യാസമില്ലായ്മയോ, ഗാർഹിക പീഡനമോ, ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനമോ, സുബ്ഹാനല്ലാഹ്, ആവശ്യത്തിന് സാധനങ്ങൾ ഇല്ലായ്മയോ, പുറത്തു പോകാൻ പറ്റായ്മയോ, ജോലി ചെയ്യാൻ പറ്റായ്മയോ, എന്തെങ്കിലും ആണോ നമ്മളെ മക്കൾ ഫേസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, അവരുടെ ശരിക്കുള്ള പ്രശ്നങ്ങൾ എന്താന്ന് നമുക്ക് അറിയോ? നമുക്ക് ആർക്കെങ്കിലും അറിയോ അവരുടെ പ്രശ്നങ്ങൾ എന്താന്ന്? സത്യം പറയുകയാണെങ്കിൽ അതിന് ക്ലാരിറ്റി വരാൻ പോണേ ഉള്ളൂ. മെല്ലെ മെല്ലെ അതിന്റെ ക്ലാരിറ്റി വരുന്നേ ഉള്ളൂ. ആ ക്ലാരിറ്റി വരുന്നേ ഉള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് നമ്മളെ നാട്ടില് ഇത്രയും അധികം
സൈക്കോളജി കൺസൾട്ടൻസ് ഉള്ളത്. ഇത്രയും കാലം ഇതുണ്ടായിരുന്നു. അപ്പം അവരുടെ പ്രശ്നങ്ങൾ ഇന്റേണൽ ആണ്. നമ്മൾ ഈ കൊടുത്ത ഒരു ടൂൾസും അവരുടെ പ്രശ്നങ്ങളെ നേരിടാൻ മതിയാവൂല. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണെന്നറിയോ, അവര് വളരെ കംഫർട്ടബിൾ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം, അതായത് അവര് മാഷാഅല്ലാഹ് ഭയങ്കര ബുദ്ധിയുള്ള മക്കളാണ്. അവരുടെ പാരന്റ്സ് എന്ത് അനുഭവിച്ചോ അത് ഞങ്ങൾക്ക് വരരുതെന്ന് വെച്ച് നമ്മൾ കൊടുത്തതിന്റെ അപ്പുറത്ത് ഒരു ഷീൽഡ് അവർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അവർ സേഫ് ആക്കിയിട്ടുണ്ട്. മിക്ക മക്കളും മാഷാഅല്ലാഹ് അവർ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നതിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പാരന്റ്സിന് അത് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ തന്നെ മുൻകൈ എടുത്തിട്ട്, എന്റെ ഉമ്മക്കും വാപ്പക്കും വന്ന ഗതികേടേക്ക് വന്നൂടാന്ന് വിചാരിച്ചിട്ട് ഇനി പഠിക്കാൻ തന്നെ അവരുടെ പ്ലാനുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. സുബ്ഹാനല്ലാഹ്, ഇത്രയൊക്കെ ഉണ്ടോ ദുനിയാവിൽ നമുക്ക് തോന്നിപ്പോകും. അവരത്രയും സെക്യൂർ ആക്കിയിട്ടുണ്ട് അവരുടെ കാര്യം. ഇനി സോഷ്യൽ പ്രഷർ, നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിലുള്ള ഒരു പ്രഷർ ഉണ്ട് അല്ലെ, സമൂഹത്തിന് വേണ്ടി അത് ചെയ്യാം, സമൂഹത്തിന് വേണ്ടി ഇത് ചെയ്യാം, അതുണ്ടോ അവർക്ക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. അവർക്ക് ആ പ്രശ്നം വരെയില്ല, അവർ മൈൻഡേ ചെയ്യുന്നില്ല സൊസൈറ്റിനെ. ഇനി സ്പൗസൽ പ്രഷർ, അതായത് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നുള്ള പ്രഷർ, അവർക്ക് ആ പ്രശ്നം ഉണ്ടോ? അത് വേണ്ടാന്ന് വെച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി അവരുടെ എഡ്യൂക്കേഷൻ, മൊബിലിറ്റി, ഇനി മെറ്റീരിയൽ പൊസിഷൻ, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടോ അല്ലെ? വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം അവർക്കുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ തമാശയായിട്ടേ തോന്നുള്ളൂ. തമാശയാണത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. പക്ഷേ ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്താണ്. അള്ളാഹിന്റെ ഹിക്മത്താണ് നമ്മളെ മക്കളെ വ്യത്യസ്തമായിട്ട് പരീക്ഷിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളോ നമ്മളുടെ പൂർവികന്മാരോ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് അവരെ പരീക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്താണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇബ്ലീസിന്റെയാണ് അല്ലെ, ഇന്നത്തെ ടെക്നോളജിയുടെയാണ്, നാടിൻ്റെതാണ്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ആണെങ്കിൽ പോലും ഇത് അള്ളാഹു അനുവദിച്ചാലേ നടക്കുള്ളൂ. അള്ളാഹിന്റെ ഖദർ വേണം നമ്മളെ മക്കൾ ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെടാൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്താണ് നമ്മളുടെ കുട്ടികളെ വ്യത്യസ്തമായി ടെസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്റെ കുട്ടി ഓൾ റൈറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, ഞാൻ വളർത്തിയത് കൊണ്ട്, ഞാൻ അങ്ങനെ ആക്കിയത് കൊണ്ടെന്ന്? അവരെ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെ പരീക്ഷണങ്ങൾ അവർ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ ഇപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരു ഹിക്മത്ത് അവർക്ക് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്? കാരണം പരീക്ഷണങ്ങൾ വേണം. ഏതൊരു മനുഷ്യനും ശരിക്കും ഡീപ്പായിട്ട് എന്തിന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തിന് ഈ ദീൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഏത് വ്യക്തി മനസ്സിലാക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ, അവനെ ചെന്ന് മുട്ടിച്ച് മുന്നോട്ട് പോവാൻ പറ്റാതെ നിർത്തുന്ന ഒരു സ്റ്റേറ്റിൽ എത്തിയാലേ അവൻ ചിന്തിക്കുള്ളൂ. അത് നമ്മളെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ഈ മെസ്സേജ്? എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്? ഇത് എന്റെ ജീവിതത്തിൽ ഇതിനെന്താ അർത്ഥമുള്ളത് എന്ന് അവർ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് പരീക്ഷണം വരണം. നമ്മൾ അള്ളാനെയും പറ്റിക്കുന്ന രീതിയിൽ അവരെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ സേഫ് ആക്കിയിട്ടില്ലേ, അവർക്ക് എല്ലാ കംഫർട്ടും കൊടുത്തിട്ട്, ഇനി അഥവാ അവർ നമുക്ക് വന്ന പോലത്തെ പരീക്ഷണങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നും പഠിപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ വലിയ ഹിക്മത്തോടു കൂടി വേറെ പരീക്ഷണവുമായിട്ട്, അവരുടെ ഇന്റേണൽ പരീക്ഷണങ്ങളുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വന്നിരിക്കുകയാണ്. കാരണം ഈ പരീക്ഷണങ്ങൾ ആവശ്യമാണ് അവർക്ക്. എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ദീനെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം സ്വഹാബാക്കള് ബദർ, ഉഹദ് അല്ലെ, ഹന്തക്ക്, തബൂക്ക് ഇതുപോലെയുള്ള യുദ്ധങ്ങളൊക്കെ നേരിട്ടവരാണ്. പല പണ്ഡിതന്മാരും പറയാറുണ്ട് ബദർ യുദ്ധത്തിലാണ് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ആദ്യത്തെ 13 കൊല്ലം വിശ്വാസത്തിന്റെ ടെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം മദീനയിലേക്ക് പോയി, അതിനുശേഷമല്ലേ ഈ ബദർ വന്നത്. പക്ഷെ അവരാ പഠിച്ചു വെച്ചത്, അവർക്ക് സ്വായത്തമായത് ബദർ യുദ്ധത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഉഹദ് യുദ്ധത്തിലാണ് അവര് മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിച്ചതെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഉഹദ് യുദ്ധത്തിൽ അല്ലെ, സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം, അറിയാത്തവരുടെ അടുത്ത് പറയണ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യപ്പെട്ട സിറ്റുവേഷനിൽ, കൊല ചെയ്യപ്പെടും എന്നുള്ള സിറ്റുവേഷനിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എല്ലാ ഭാഗത്തു നിന്നും സംരക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഉഹദ് യുദ്ധത്തിലാണ്. ബദർ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സപ്പോർട്ടായിരുന്നു, അതിഭയങ്കരമായ സപ്പോർട്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ബദറിലാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത്, ഉഹദിലാണ് അവര് മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിച്ചത്. അതിന്റെ അർത്ഥം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി മുന്നേ അറിയില്ലായിരുന്നു എന്നല്ല. പക്ഷെ അതിന്റെ ശരിക്കുമുള്ള എസൻസ്, അതിന്റെ അർത്ഥം, അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അവർ പഠിച്ചത് ഈ സാഹചര്യങ്ങളിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എന്നെ സംരക്ഷിക്കുന്നു അതിൽ പറഞ്ഞിട്ടല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മെസ്സേജിന്റെ വേർത്ത് എന്താണെന്ന് മനസ്സിലായിട്ട് അവര് തന്നെ പ്രൊട്ടക്ട് ചെയ്തതാണ് ഉഹുദിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പം ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പം അവർക്ക് അപ്പം മനസ്സിലായി നമ്മുടെ നബിയെ നമ്മൾ സംരക്ഷിക്കണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരതിനുള്ള സ്റ്റെപ്പ് എടുത്തു. അപ്പൊ ചലഞ്ച് വരണം, പരീക്ഷണങ്ങൾ വരണം, എന്നാലേ സുബ്ഹാനല്ലാഹ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ദീനിനെ സ്ട്രോങ് ആയിട്ട് ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പാരന്റ്സ് എന്ന നിലയിൽ 5 നേരവും അതിനേക്കാൾ കൂടുതലും നമ്മളുടെ മക്കളുടെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് അല്ലേ. നമ്മളെ മക്കൾ നിസ്കരിക്കണേ, നോമ്പ് വെക്കണേ, അതാക്കണേ ഇതാക്കണേ, പുറത്തു പോയാൽ ദീനൊക്കെ കീപ്പ് ചെയ്യണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മളിങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മക്കൾക്ക് വേണ്ടി മാത്രം ഒരു ഉത്തരം തരും. എന്ത്? നാളെ മുതൽ നിന്റെ മോള് എല്ലാ ദിവസവും നിർത്താതെ തഹജ്ജുദിന് മരണം വരെ എണീറ്റ് നിസ്കരിക്കും. മറ്റന്നാൾ മുതൽ നിന്റെ മോള് ചാരിറ്റിയിലൊക്കെ ഇറങ്ങി, അല്ലെ, നിന്റെ മോന് ചാരിറ്റിയിലൊക്കെ ഇറങ്ങി ഇനി മരണം വരെ അവൻ ചാരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യും. അതിന്റെ അടുത്ത മാസം മുതൽ നിന്റെ മക്കളൊക്കെ ജിഹാദിന് ഇറങ്ങുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ മക്കൾക്ക് എന്താ സ്പെഷ്യൽ? ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജനത സഹാബാക്കൾക്കും ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. വർഷങ്ങളുടെ ഹെവി ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടാണ് അവര് എന്തായത് ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ സ്വായത്തമാക്കിയത്. പിന്നെ നമ്മളെ മക്കള് നമ്മൾ ദുആ ചെയ്തിട്ട് നാളെ മുത്തഖിയാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാ? യെസ്, നമ്മുടെ എല്ലാ ദുആകളും അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു മറുപടിയും തരും. നമ്മളെ മക്കളുടെ ഹിദായത്തിന് വേണ്ടിയുള്ള ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു നാളെ തന്നെ തട്ടിട്ട് അബായിട്ട് നിക്കാബിട്ട് അതിന്റെ പിറ്റേന്ന് നിസ്കരിച്ച് അതിന്റെ പിറ്റേന്ന് നോമ്പ് നോറ്റ് അതിന്റെ പിറ്റേന്ന് ജിഹാദും ചെയ്തിട്ട് അല്ല നമ്മളെ മക്കൾക്ക് അള്ളാഹു ഉത്തരം നൽകുക. അള്ളാന്റെ ഒരു സ്റ്റൈലിൽ, അള്ളാന്റെ സ്റ്റൈലിൽ അള്ളാഹ് ഉത്തരം നൽകുക. അള്ളാഹ് അവർക്ക് ചലഞ്ചസ് കൊടുക്കും, നമ്മളെ സ്റ്റൈലിലല്ല. അപ്പം നമ്മൾ പഠിപ്പിച്ച രീതികളും കാര്യങ്ങളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും ഒരു പരിധി വരെ. അതായത് നമ്മൾ ഓക്കെ ഇന്ന പ്രശ്നം വന്നാൽ നീ ഇങ്ങനെ ആക്കണം, ആ പ്രശ്നം വന്നാൽ ഇതാക്കണം എന്നൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ അവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊടുക്കുക, ടൂൾസ് കയ്യിൽ കൊടുക്കുക, മോളിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കൊടുക്കുക, ദീനിനോടുള്ള ഇഷ്ടം, പാഷൻ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാനുള്ളത് ടൂൾസ് നിങ്ങളുടെ കയ്യിലിതാ, നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരെ ജീവിക്കാൻ വിടുക. അപ്പം അവർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന എന്തും സോൾവ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇബ്നു മാജയിൽ വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ ജുന്ദുബ് ഇബ്നു അബ്ദുള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. ഖാല കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. വനഹ്നു ഫിത്യാനുൻ ഹസാവറത്തുൻ ഫതഅല്ലംനൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു യുവതയായിരുന്നു. ഞങ്ങൾ വിശ്വാസം പഠിച്ചു, ഞങ്ങളെ വിശ്വാസം പഠിപ്പിച്ചു ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ്. സുമ്മ തഅല്ലംനൽ ഖുർആന ഫസ്ദദ്ന ബിഹി ഈമാൻ. പിന്നീട് ഞങ്ങൾ ഖുർആൻ പഠിച്ചു, അത് ഞങ്ങളെ ഈമാൻ ഞങ്ങളിൽ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പം വിശ്വാസമാണ് അവരെ പഠിപ്പിച്ചത്, അല്ലെ? അതാണ് ഫൗണ്ടേഷൻ, അതാണ് സ്ട്രോങ് ആവേണ്ടത്. സൂറത്ത് കഹ്ഫിൽ 13-ാമത്തെ ആയത്തിൽ ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവര് നിശ്ചയമായും എന്തായിരുന്നു? ഒരു യുവതയായിരുന്നു. ആമനു ബി റബ്ബിഹിം, അവരവരുടെ റബ്ബിൽ വിശ്വസിച്ച ഒരു ജനത, ഒരു യുവതയായിരുന്നു, അല്ലെ? യുവാക്കളായിരുന്നു അവര്. വസിദ്നാഹും ഹുദ, അതുകൊണ്ട് അവരെ ഹിദായത്തിൽ ഞാൻ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അവിടെ വിശ്വാസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അവരിലെ ആ ഒരു സ്ട്രെങ്ത്, ഈമാനിന്റെ സ്ട്രെങ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരിലെ ഫൗണ്ടേഷൻ. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആ ഈമാൻ കൊണ്ട് അവരെ നമ്മൾ ഫേസ് ചെയ്യിപ്പിക്കാം. സുബ്ഹാനല്ലാഹ്. ഇത് ഖുർആൻ അവരെ തീരെ പഠിപ്പിക്കേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. ഈവൻ ഖുർആൻ പോലും സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം മക്ക കാലഘട്ടത്തിലെ ഖുർആൻ ഇറങ്ങിയത്, അല്ലെ? ഏതൊക്കെ സൂറത്തുകളാണ്? ആ സൂറത്തുകളിൽ എന്താ പറഞ്ഞത്? വിശ്വാസം ഉറപ്പിക്കുന്ന സൂറത്തുകളായിരുന്നു. അവരിപ്പോ നമ്മൾ സൂറത്ത് ബഖറ എടുത്ത് പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ട്രാക്ക് തെറ്റിപ്പോകും. അവർക്ക് ആദ്യം വിശ്വാസം ഉറപ്പിക്കണം. അതായത് ഖുർആൻ തീരെ പഠിപ്പിക്കേണ്ടെന്നല്ല, അവരെ വിശ്വാസം സ്ട്രോങ് ആക്കുന്നത് എന്തോ അതാണ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നത് എന്തോ അത് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുക.
എന്ന് വെച്ച് കടിച്ചാൽ പൊട്ടാത്ത വലിയ വലിയ അഖീദ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, അവരുടെ നിലയിൽ നിന്നുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, ഓരോ പ്രായത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവരെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ട് അവർക്ക് മേലേക്ക് ബിൽഡ് ചെയ്യാനുള്ള ടൂൾ അവരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് അവര് എന്താക്കുക, ജീവിതത്തിനെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതാ ഇപ്പം വേണ്ടത്. നാളെ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പം അവര് പകച്ചു നിന്ന് പോകരുത്. എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് കുറേ നിസ്കാരവും ഓത്തുമൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ. പക്ഷെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പം അവർക്ക് ഈ നിസ്കാരം ഓത്തൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ട് എങ്ങനെ ഞാൻ ഇതിനെ നേരിടും എന്നറിയാണ്ട് ജീവിതം സ്റ്റക്കായി പോകരുത്. നമ്മൾ അവരെ ഇപ്പോൾ പഠിപ്പിക്കേണ്ടത് നാളെ അവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർ ലേൺ ചെയ്യുക, പഠിക്കുക ജീവിതം. എന്നിട്ട് ആ ലെസൺസ് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഈ ഒരു ഗ്യാപ്പ് നമ്മളെ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇപ്പോഴും ഒരു കുട്ടിക്കളിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. ഒരു വേഗം ഇന്ന് ഖുർആൻ ഓതാൻ പഠിപ്പിച്ച് നാളെ ഖുർആൻ ഓദിച്ച്, നിസ്കരിക്കാൻ പഠിപ്പിച്ച് നാളെ നിസ്കരിപ്പിച്ച്, സുബ്ഹാനല്ലാഹ്, വലിയൊരു പിക്ചർ നമുക്ക് മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. എന്നിട്ട് ആ കുഞ്ഞു കാര്യത്തിന്റെ മേലെ പരാതിയും പറഞ്ഞിരിക്കുക നമ്മൾ. അവരെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം സ്റ്റക്കായി നിൽക്കരുത്. അതുപോലെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി അവർ എവിടേക്കോ പോയിട്ട്, അല്ലേ, സുബ്ഹാനല്ലാഹ്, കാരണം ഇന്ന് അത്രയും പരിഹാരങ്ങൾ അവരുടെ ചുറ്റുപാടുണ്ട്. 1000 കൊടുത്താൽ കിട്ടുന്ന കോഴ്സും, പിന്നെ ഇപ്പം ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സഹോദരി, ഒരു ദാമ്പത്യ പ്രശ്നമാണ്. അപ്പം കേസ് ഇത് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പം ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചു, നാട്ടിലുള്ള വക്കീലും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാള് ഹെൽപ്പ് ചോദിച്ചു. അപ്പം അയാള് പിറ്റേ ദിവസം ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന സമയത്താണ് ഇയാൾ ഈ കുട്ടീനെ വിളിക്കുന്നത്. അയാൾ വിളിച്ച് ചോദിച്ചത് എന്താണെന്നറിയോ? നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കാം, അവനെതിരെ കൂടോത്രം ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. വേറെ ഒന്നും എവിടെയല്ല കേട്ടോ, എൻ്റെ നാട്ടിലാ. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച കാലം മുതലേ മുജാഹിദും തൗഹീദും ഒക്കെ ഉള്ള നാടാ. അപ്പൊ അയാൾ വിളിച്ച് ചോദിക്കുക, അവൻ എന്ത് പണി വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാ, ചെറിയ പൈസന്റെ ചെലവുകൾ നീ കൂടെ നിന്നാ മതി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ കുട്ടികൾക്ക് പരിഹാരങ്ങൾ കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ ദുനിയാവില്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് കയ്യിൽ പരിഹാരം ഉണ്ടായിരിക്കണം. ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? അവർക്കിപ്പോ ഇൽമ കൊടുക്കണം. പക്ഷെ ഇൽമ ഇന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കും, നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അവർ സമയത്ത് അത് ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കണം. അതിലൂടെ നമുക്ക് ഒരു നല്ല ജനറേഷനെ, നല്ല നാളെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയുന്നതല്ല, നമ്മളുടെ സുന്നത്ത് അതായിരുന്നു. നമ്മൾ ദീനിനെ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതല്ലാത്തത് എന്തും നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിട്ട് നാളെ വർക്ക് ആവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തയില്ലായ്മയാണ്, ബുദ്ധിയില്ലായ്മയാണ്, വിവരമില്ലായ്മയാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരത്തിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അപ്പം ഇൽമ, നോളജ് കൊടുക്കുക, ചിന്തിപ്പിക്കുക. കാരണം ഇത് വേറെ വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഈ ചിന്തിപ്പിക്കുക എന്നുള്ളത്. കാരണം നമ്മളെ മക്കൾ മൊത്തം ഇപ്പോൾ ഓട്ടോ പൈലറ്റ് മോഡിലാണ്. നമുക്കറിയാം അല്ലെ, ഈ AI വന്നതോടുകൂടി അവർ ആവശ്യത്തിനുള്ള ചിന്തയും ഇല്ലാതായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരെ നമ്മൾ ചിന്തിപ്പിക്കണം. നമ്മളെങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയോ അതുപോലെ അവരെയും നമ്മൾ ചിന്തിപ്പിച്ച് തുടങ്ങണം. എന്നിട്ട് ചിന്തിച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ മെല്ലെ മെല്ലെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ കൂടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വരണം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരണം. അതിലേക്ക് അവർ ഈ ചിന്തയും ഈ പ്രാക്ടീസും ഈ ഇൽമും ഒക്കെ അപ്ലൈ ചെയ്ത് അവർ അതിൽ നിന്ന് പഠിക്കുന്ന ഒരു ജീവിതമുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് അങ്ങനെ അവർ ജീവിതത്തിനെ ഫേസ് ചെയ്തിട്ട് പഠിക്കുന്ന ലെസൺസ് ഉണ്ട്. അത് അവർ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് അവർ ഈ തണൽ കൊടുക്കുന്ന മരങ്ങളാവുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലേ, നമ്മൾ ഫൈനലി പറഞ്ഞത് എന്താണ്? ഈ ഒരു ഡീപ് റൂട്ടഡ് ട്രീസ് ഗ്രോ സ്ട്രോങ് ആൻഡ് ഗിവ് ഷെയ്ഡ്. ആ തണൽ കൊടുക്കുന്ന മരങ്ങൾ അവർ അപ്പോഴേ ആവുന്നുള്ളൂ. അങ്ങനെ അവര് ഒന്നിച്ചു നിന്ന് ഇഹവും പരവും വിജയിക്കുന്ന, അല്ലെ, ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി വിജയിക്കുന്ന മക്കളായി തീരും. അങ്ങനെ അത് വർക്കൗട്ട് ആവും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ എളുപ്പ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നമുക്ക് കാണിച്ചു തരുമായിരുന്നു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല എളുപ്പ വഴികളും അവർ കാണിച്ചു തരുമായിരുന്നു. അവർ കാണിച്ചു തന്നിട്ടില്ല. അവർ ഏതെങ്കിലും മക്കളെ ഇതുപോലെയുള്ള എളുപ്പവഴിയുള്ള ക്ലാസ്സുകൾക്ക് ആക്കിയിട്ട് കുട്ടികൾ നന്നായി കൊണ്ടുവന്ന ഒരു ഉദാഹരണം അവർ കാണിച്ചു തന്നിട്ടുണ്ടോ? അവർ ഏതെങ്കിലും മക്കളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട്, കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നാട്ടിലെ പ്രശ്നങ്ങളും മുശ്രിക്കുകളുടെ പ്രശ്നങ്ങളും ഒന്നും അറിയിക്കാതെ അവരെ ദീനിനെ മാത്രം, അവരെ നിസ്കാരത്തിന് മാത്രം സംരക്ഷിച്ചിട്ട് പഠിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരെല്ലാ പ്രശ്നത്തിലും മക്കളുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുന്ന ഓരോ സദസ്സിലും ചെറിയ മക്കൾ ഉണ്ടാവുമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അവർ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്നവരായിരുന്നു. മുശ്രിക്കുകളുടെ പ്രശ്നങ്ങൾ അവർ അറിയുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജിഹാദിന് വേണ്ടി ഒരുങ്ങിയവരാണ് അവര്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ജിഹാദുകൾ പലപ്പോഴും നഫ്സിനോടുള്ള ജിഹാദുകളാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യം അതിന്റെ ഡബിൾ ട്രിപ്പിൾ ആണ്. അവർക്ക് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം. കാരണം അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദുനിയാവിയായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല, ദീനിലും നമ്മൾ ഭയങ്കര പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? അവരൊരു തരത്തിലും വഴിതെറ്റി പോവാതെ നാട്ടിൽ നടക്കുന്ന എന്താന്ന് പോലും അറിയാത്ത സ്ഥാപനങ്ങളിൽ കൊണ്ട് അവരെ കുഴിച്ചു മൂടി ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലോണം നിസ്കരിക്കുകയും നോമ്പിടിച്ച് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലേ? നമ്മളെ സുന്നത്ത് അതാണോ? യെസ്, അതൊക്കെ വർക്ക് ചെയ്യും. എവിടെയെന്ന് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കമ്പൽഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ശതമാനം വേണം. അത് ഇനിയിപ്പോൾ സ്കൂളുകളിൽ പോയിട്ടാണെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ടാണെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടാണെങ്കിലും ഒരു ചെറിയ ശതമാനം കമ്പൽഷൻ വേണം. പക്ഷെ അത് മാത്രം കൊണ്ട് വർക്ക് ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ സുന്നത്തിനെതിരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്നത്തെ ക്ലാസ് മൊത്തം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. വീണ്ടും പറ്റുമെങ്കിൽ കേട്ട് നോക്കുക, വീണ്ടും കേട്ട് നോക്കുക. എന്നിട്ട് ആലോചിക്കുക, നിങ്ങൾക്ക് ഇത് വേണോ, ഈ ട്രാക്ക് വേണം. ഭയങ്കര പ്രയാസം ഞാൻ പറയുന്നത് പ്രയാസം ഇൻ ദ സെൻസ് അത് ചെയ്യാനുള്ള പ്രയാസമല്ല. ചെയ്യാൻ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹെൽപ്പ് ഉണ്ടാവും. പക്ഷേ ഇത് ലോങ് ടേം ആണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതല്ല. പ്ലസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇടയ്ക്ക് നിർത്തി പോകാനും പറ്റില്ല. നിർത്തി പോയാൽ നമുക്ക് നഷ്ടം. പിന്നെ ഒന്നിച്ച് നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റയ്ക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഇഷ്ടമാണല്ലോ അല്ലെ? ഞാൻ, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, അത് മാത്രം മതി. അത് നടക്കൂല. പലപ്പോഴും നമുക്ക് പല സ്റ്റേറ്റസ് പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ? ഒരു വലിയ ഹൈഫൈ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവർ വളരെ ചീപ്പാണ്, ഇവരെ നമ്മളെ കൂട്ടാൻ പറ്റില്ല. അത് നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം. ശരിയാണ്, നമ്മളൊക്കെ ഓരോരുത്തരും നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ മക്കൾ വലിയ ലെവലിലുള്ളവരും മോശം ലെവലിലുള്ളവരും വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ ജോലിയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെങ്കിലേ ഇത് വർക്ക് ആവുള്ളൂ. അതാ സുന്നത്ത്. അല്ലാതെ നമ്മൾ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ശതമാനം വരെ എല്ലാം വർക്ക് ചെയ്യും കേട്ടോ. സുബ്ഹാനല്ലാഹ്. കാരണം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ച് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സുന്നത്ത് ഇതാണ്. ഈ രീതിയിലെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക, വേണോ, എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ, ഇതിലേക്ക് ഇറങ്ങണോ? ഇറങ്ങിയാൽ കുറെ കാലം ചെയ്യേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്തായാലും ഉണ്ടാവും. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം അള്ളാഹു എന്താണോ എളുപ്പമാക്കുന്നത് അതാണ് എളുപ്പം. പെട്ടെന്ന് കിട്ടുന്നതല്ല എളുപ്പം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം എന്താണ് നിങ്ങളുടെ റോൾ? ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ റോൾ. ചിന്തിക്കുക. ഇതിന് ഓക്കെ ആണെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇനി പോകുന്ന ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ചെയ്യാനുള്ള മാറ്റങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കൊണ്ടുവരാനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ I4C കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് അവിടെ വേണം. കാരണം കുട്ടികളെ വെറുതെ വിട്ടാൽ നടക്കൂല. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു കോച്ചിങ് ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള അവർക്കുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്നിച്ച് നിന്നിട്ട് അല്ലേ, ആ ഒരു സമൂഹമായിട്ട് നിന്നുകൊണ്ട്, ആ ഒരു ജമാഅത്തായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നിങ്ങളുടെ റോള്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോകെ ക്ലിയർ ആവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു നിശ്ചിതമായിട്ട് ഇന്ന രീതിയിൽ ഇന്ന സമയം വരെ ഇന്ന പോലെ ചെയ്യുന്നു വിചാരിച്ചൊരു കാര്യമേ അല്ല. നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫീസില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ഫീസില്ല, അതായത് ഫാമിലി സീരീസിന് ഫീസില്ല. പക്ഷെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പം അതിന് നമുക്ക് കുറെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഇനി എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതിന്റെ കാര്യം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം അതാണ് നിങ്ങളുടെ റോള്. ഇനി ഒരു ആക്ടിവിറ്റിയിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. നമ്മൾ പാഷന്റെയും കമ്പൽഷന്റെയും കാര്യം പറഞ്ഞു അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനോടുള്ള അതിതീവ്രമായ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനും പ്രയാസമാണ്, അത് തുടരാനും പ്രയാസമാണ്. അതേപോലെ നമുക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും എളുപ്പമാണ്, അത് തുടരാനും ഭയങ്കര എളുപ്പമാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതുപോലെയുള്ള ഉദാഹരണങ്ങൾ, അത് ദീനീപരമായിക്കൊള്ളുന്നില്ല, ദുനിയാവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള എന്തൊരു കാര്യത്തിലും അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ആലോചിക്കാം. നമ്മൾ ഗ്രൂപ്പ് ഒരു ദിവസം റിഫ്ലക്ഷന് വേണ്ടി ഓപ്പൺ ചെയ്യും. അപ്പം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു കാര്യം. ഇന്ന് ഇപ്പം ഈ ഒരു സെഷൻ ഇത്രയും മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് സെഷന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്തുനിന്ന് സ്വീകരിക്കട്ടെ ഇത്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.